കോവിഡ് കാലത്തൊക്കെ ഈ കണ്ട മനുഷ്യരെ മുഴുവൻ, ഈ കൊച്ചു കേരളത്തിലെ കംപ്ലീറ്റ് മനുഷ്യനെ അന്ന് ജീവിക്കാൻ അനുവദിച്ച ഒരു മിനിസ്റ്ററാണ് അദ്ദേഹം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതാണ് മുഖ്യമന്ത്രി. കുടിലിനുള്ളിൽ മണൽപ്പൊടി തിന്നും ശ്വസിച്ചും മൂക്ക് പുഴുക്കുന്ന ചേലറ്റുപോയ പൈതങ്ങളെന്ന് എഴുതി വെച്ചു. എൻ്റെ കൂടെ കളിക്കുന്ന എൻ്റെ കൂട്ടുകാരായിരുന്നു. ഞാൻ ഓർക്കുന്നത് എപ്പോഴും ഒരു പരീക്ഷ പോലെ തന്നെയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഒരു കാഴ്ചപ്പാടും ഇല്ലായിരുന്നു. എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അത്രയും വലിയ അവസ്ഥ എത്തി. എല്ലാ വർഷവും എൻ്റെ മുടി കളയും. അങ്ങനെ രക്ഷിച്ചെടുത്തു തന്നെ. ഞാൻ മരിക്കണ അവസ്ഥയിലോട്ട് വന്നത്. എല്ലാവർക്കും നമസ്കാരം. ലീഡർഷിപ്പ് അൺഫിൽറ്റേർഡിന്റെ അൺഫിൽറ്റേർഡ് വേർഷൻ ഇന്ന് നമ്മുടെ ആലപ്പുഴയാണ്. ആലപ്പുഴ നമ്മുടെ സ്വന്തം ദലീമ ചേച്ചിയുടെ കൂടെയാണ്. ദലീമ ചേച്ചി, ഒരുപാട് സന്തോഷം. നമസ്കാരം. ഞാൻ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളും കേൾക്കാം എന്നുള്ള കൊതിയോട് കൂടിയാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇരിക്കുന്നത്. നമ്മൾ ചെറുപ്പകാലത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നമ്മളുടെ ജനിച്ച നാട്, വീട്, അതും ഒരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ലൈഫിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ കാലഘട്ടത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? എൻ്റെ ബാല്യം, എൻ്റെ കൗമാരം, എൻ്റെ യൗവനം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. എൻ്റെ ബാല്യം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളൊരു കാലഘട്ടമായിരുന്നു. കാരണം നമ്മുടെ ഉണ്ടായിരുന്ന സ്വത്തെല്ലാം നശിച്ചു. നമ്മൾ ദാരിദ്ര്യ ദുഃഖത്തിലായി. അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്ന ഒരു കാലഘട്ടം. ഞങ്ങൾ 11 മക്കൾ. ഞാൻ ഏറ്റവും ഇളയതാണ്. പക്ഷേ അതൊന്നും എന്നെ ഏശിയില്ല. എന്നുവെച്ചാൽ എനിക്ക് പ്രകൃതി, എൻ്റെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് കുറച്ച് വലുതാണ്. പാരമ്പര്യമായിട്ട് ഭൂസ്വത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ ഒറ്റടിയെല്ലാം വിറ്റൊക്കെ പോയി. അങ്ങനെ ബന്ധുക്കളെല്ലാം വലിയ പണപ്രാപ്തരാണ്. നമ്മൾ മാത്രം സാമ്പത്തികം ഇല്ലാത്തവരായിട്ട് മാറി, കഷ്ടപ്പെടുന്നവരായിട്ട് മാറി. എങ്കിലും അമ്മ ഒരുപാട് ഫലവൃക്ഷങ്ങൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ എപ്പോഴും ഈ ഫലവൃക്ഷങ്ങളുടെ മുകളിലാണ്. എപ്പോഴും എല്ലാ ഫലവൃക്ഷങ്ങളുടെയും മുകളിലായിരിക്കും ഞാൻ അവിടെ ഇരുന്ന പാട്ട് പാടുന്നത്. അവിടെ ഇരുന്നാണ് ഞാൻ ഈ ഫലങ്ങളൊക്കെ പറിച്ചു കഴിക്കും. കിളികളെയൊക്കെ സ്നേഹിക്കും, ഉറുമ്പിനെ വരെ സ്നേഹിക്കും. ചെലന്തി ഇങ്ങനെ ഇതിലിരിക്കും, അതിൻ്റെ അരിയിലൊക്കെ കൊണ്ട് കൈയൊക്കെ വയ്ക്കും. ഈ പുല്ലിനെയൊക്കെ എനിക്ക് ജീവനാണ്. ഞാൻ അതിരാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പോൾ ബാക്കിലോട്ട്, ഞങ്ങളുടെ പുറയിലോട്ട് പാടശേഖരങ്ങളാണ്. കുറച്ച് 1-2 വീടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ പ്രകൃതിയാണ്, ഭയങ്കര പ്രകൃതിയാണ്, ഭയങ്കര എനർജിയാണ് എനിക്ക്. മനസ്സിലായോ? ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഈ പുല്ല് തട്ടി ഇങ്ങനെ നടക്കും. ആകാശത്ത് നോക്കും. ആകാശം ഭൂമിയെ വിളിക്കുന്നു എന്നുള്ള പാട്ട് പാടും. പാടിക്കൊണ്ട് എല്ലാത്തിനെയും ആസ്വദിച്ച് ഒരു 7 മണി സമയം ഒക്കെ എൻ്റെ കുഞ്ഞിലെ തന്നെ ഞാൻ എല്ലാത്തിനെയും സ്നേഹിച്ചു. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷമതകളൊന്നും എന്നെ ഏശിയില്ല. മനസ്സിലായില്ല? എന്നെ ഏശിട്ടേ ഇല്ല. ഇങ്ങനെ മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ടെന്നോ സഹോദരങ്ങൾ വിഷമിക്കുന്നെന്നോ. ഇനി കളിക്കാൻ ധാരാളം കൂട്ടുകാർ. ഞാൻ ഏത് കോണിലൂടെ സഞ്ചരിച്ചാലും അവിടെ ഇന്ന വീട്ടിലെ കൊച്ചാണെന്ന് തിരിച്ചറിയാറുണ്ട്. മനസ്സിലായില്ലേ? ഏത് വീട്ടിലൂടെ സഞ്ചരിച്ചാലും, എത്ര ദൂരെ കൂടെ, ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഞാൻ അകലെ കൂടെ സഞ്ചരിച്ചാലും അത് ഇന്ന വീട്ടിലെ കൊച്ചാണ് എന്ന് അവർക്ക് തിരിച്ചറിയാം. ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. എനിക്ക് വേണ്ടി അവർ കരുതും, ഭക്ഷണം കരുതും. കൊച്ചിനെന്നും പറഞ്ഞ് എനിക്ക് വീട്ടിലെ ആഹാരമൊന്നും കിട്ടണമെന്നില്ല. എൻ്റെ അയൽപ്പക്കത്തുള്ള പാവപ്പെട്ട കുടുംബങ്ങൾ, അയൽപ്പക്കത്തൊക്കെ ഉള്ളവർ, അവർ കൊച്ചിനെന്നും പറഞ്ഞ് അവർ ഇല്ലാത്ത കാശ് വെച്ച് അവർ കപ്പയൊക്കെ മേടിക്കും. ഈ കപ്പയൊക്കെ പുഴുങ്ങിയാൽ കൊച്ചിനെന്നും പറഞ്ഞൊരു പ്ലേറ്റിൽ മാറ്റി വെക്കും. മനസ്സിലായോ? അത്ര സ്നേഹമായിരുന്നു എൻ്റെ ചുറ്റിനുള്ളവരും ഞാനും ഒക്കെ ആയിട്ട്. കുറേ വയസ്സന്മാരും എല്ലാവരുടെ ആ കുടിയിൽ, ചെറ്റക്കുടിയിലാണ് പലർക്കും. വലിയ വീടൊന്നും ഇല്ല, ഇങ്ങനെ ദൂരെ താമസിക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാനും നൊണ്ട് കയറും. അവിടെ കളിക്കും. എല്ലാവരും എന്നെ സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു എനിക്ക്, എൻ്റെ ബാല്യവും. നമ്മൾ ചെറുപ്പകാലം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ വരും. ഒത്തിരി ഓർമ്മകൾ. അതിലേറ്റവും രസകരമായിട്ട് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ. ഞാൻ 11 മക്കളാണല്ലോ. 11 മക്കളാണ്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിപ്പിക്കുന്ന ആളായിരുന്നു. എന്തെങ്കിലും ഒരു കോപ്രായമൊക്കെ കാണിച്ച് ഞാനിങ്ങനെ ചിരിപ്പിക്കും. കുറുമ്പിയായിരുന്നു. ഭയങ്കര ചിരിയും ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഡാൻസ് ഒക്കെ ചെയ്ത് കാണിക്കും.
അപ്പൊ ഞാൻ ഈ അസ്ഥി പോലെ ഇരിക്കണം അന്നും. കുഞ്ഞിലെ നല്ല മിടിക്കായിരുന്നെന്നാ പറയണത്. ഒത്തിരി മുടി ആ ഉണ്ടായിട്ട് നല്ല വെളുത്ത കളറൊക്കെ ആയിരുന്നു. ആ മിടിക്കായിരുന്നെന്നാ ആ പറഞ്ഞു. പക്ഷെ ഞാനങ്ങ് വലുതായി കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കരിക്കട്ട പോലെയായി, അസ്ഥി പോലെയായി. ആ കാരണം എനിക്കൊരു രോഗം വന്നു. തല മുഴുവൻ ഒരു അന്നത്തെ ആൾക്കാർ പഴയ ആൾക്കാരായതുകൊണ്ട് കൊച്ചിനെ കൊതിച്ചതാണെന്നൊക്കെ പറയും. നല്ല മുടിയുണ്ടായിരുന്നു, ആ വെളുത്തതുമായിരുന്നു, വലിയ കണ്ണൊക്കെ ആയിരുന്നു. ഉം, എന്നാ എന്നെ കുറിച്ച് അഴക് പറയണ അങ്ങനെയായിരുന്നു. ആ അപ്പൊ നിറച്ച് പീലിയൊക്കെയുള്ള കണ്ണുകളൊക്കെ ആയിരുന്നു എന്നാ പറഞ്ഞു. അപ്പോ ആരോ എന്തോ ഒരു വാക്ക് പറഞ്ഞു. ചേച്ചിമാരെന്നെ ഒരുക്കിക്കൊണ്ട് പുറത്തോട്ടൊക്കെ എല്ലായിടത്തോട്ടും കൊണ്ടുപോകും. ഉം, അത് അവർക്ക് അഭിമാനം എന്നെ കൊണ്ടുപോകണത്. പക്ഷെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറയുന്നു. പിറ്റേ ദിവസം ഒരൊറ്റ വൃണായിട്ട് തലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഇത് വന്നു. ഒരു തരം രോഗം വന്നു. ഈ പെടലിക്കൊക്കെ വലിയ വലിയ മുഴ പോലത്തെ രോഗം, കണ്ടമാല എങ്ങനെ അങ്ങനത്തെ ഉം. ഒരു രോഗം വന്നു. വന്നു കഴിഞ്ഞപ്പോ എൻ്റെ മുടിയെല്ലാം വെട്ടി കംപ്ലീറ്റ് കളഞ്ഞ് എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അത്രയും വലിയ അവസ്ഥ എത്തി. ഉം. അപ്പോൾ ഒരു വൈദ്യരാണ് എന്നെ രക്ഷിച്ചത്. ഒരു വൈദ്യരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മോൾക്ക് കൊടുക്കാനുള്ള എല്ലാ ഭക്ഷണവും കൊടുത്തേക്ക്. അപ്പൊ പലരും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാ. ആ അപ്പൊ അന്നൊക്കെ ഈ ആയുർവേദമാണല്ലോ കാണിക്കുക. അതെ അപ്പൊ അപ്പൊ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാ വർഷവും ഈ സാധനം വരും. എല്ലാ വർഷവും എൻ്റെ മുടി കളയും. ഉം, കംപ്ലീറ്റ് മുട്ടയെ പഠിച്ച് വർഷങ്ങൾ ഞാനിങ്ങനെ നിൽക്കും. എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ എന്ത് രോഗമാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ രക്ഷിച്ചെടുത്തു തന്നെ. ഞാൻ മരിക്കണ അവസ്ഥയിലോട്ട് വന്നതാ. അപ്പോഴൊക്കെ അപ്പൊ ഞാൻ ഈ അസ്ഥി പോലെയല്ലേ ഇരിക്കണം. ഞാൻ എന്ത് കോപ്രായം കാണിച്ചാലും ചുറ്റിനുള്ളവരെല്ലാരും ചിരിക്കും. മനസ്സിലായില്ലേ? അതെന്റെ ഒരു ഓർമ്മയായിരുന്നു. എല്ലാവരെയും ചിരിപ്പിച്ച് എല്ലാവരെയും സ്നേഹിച്ച് നടന്നൊരു കാലഘട്ടമായിരുന്നു. അതൊരു സന്തോഷം നിറഞ്ഞ കാലഘട്ടം. അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ സ്നേഹിച്ചു. കാരണം ഞാൻ 11ാമത്തെ പുത്രിയാ. ഞാൻ ജനിച്ചു വീഴുമ്പോൾ ആയില്യം നാളിലാ ജനിച്ചത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. എല്ലാവരുടെയും നാളൊക്കെ അതെ നോക്കുമായിരുന്നു. ക്രിസ്ത്യൻ സമൂഹമായിരുന്നെങ്കിൽ നാളെ നോക്കുമായിരുന്നു. അപ്പൊ എന്റെ ജനനത്തോടുകൂടെ എല്ലാം നഷ്ടപ്പെടുമെന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ എല്ലാം വിറ്റുപോയി. സ്ഥലങ്ങളായ സ്ഥലങ്ങൾ മുഴുവൻ വിറ്റു. ഒരു വീട്ടിൽ തടി ബിസിനസ് പോലെ വന്നു. അച്ഛൻ്റെ ബ്രദേഴ്സ് നടത്തിയതാണ്. അപ്പോൾ നമ്മളെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ എന്താ പറയുക, എല്ലാം നഷ്ടപ്പെട്ടതായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് സ്നേഹിച്ചു. ആ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാകരുതെന്നുള്ള, ഈ ഒരു കൊച്ചിനെ കൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ മാതാപിതാക്കൾ ഒരുപാട് സ്നേഹിക്കും. പിന്നെ ഞാൻ നല്ല ഗായികയായിരുന്നു. കുഞ്ഞിലേ മുതലേ അയൽപ്പക്കത്തൊക്കെ വിരുന്നുകാരി വരുമ്പോൾ കൊച്ചിനെ വിളിക്കും, ഇങ്ങനെ വാ കൊച്ചൊരു പാട്ട് പാടെന്ന് പറയും. അങ്ങനെ എല്ലാ അവിടുന്നാണ് ഫസ്റ്റ് നമുക്ക് കയ്യടി കയ്യടി കിട്ടുന്നത്. എല്ലാ അയൽപ്പക്കത്തും ഞാൻ ഈ പാട്ടും കൂടെ പാടുന്നത് കൊണ്ട് എന്നെ വലിയ ജീവനായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ജീവനായിരുന്നു. ഞാൻ 11 മണി രാത്രിക്കൊക്കെ ഇരുന്ന് വലുതായി കഴിഞ്ഞപ്പോൾ പുറത്തിരുന്ന് പാടും. അപ്പൊ ദൂരെ നമ്മുടെ കുറേ വീടുകൾക്കപ്പുറമൊക്കെയുള്ള വീട്ടുകാരൊക്കെ പുറത്തിറങ്ങിയിരിക്കും. മനസ്സിലായ? കൊച്ചു വർഗീസ് എന്നൊക്കെ പറയും, നല്ല ഗായകരാ അവരുമൊക്കെ. ഞങ്ങൾ ഇന്നലെ കൊച്ചിന്റെ പാട്ട് കേൾക്കാൻ പുറത്തിറങ്ങി ഇരുന്ന് കേട്ടാ, കൊച്ചവിടെ പാടണം എപ്പോഴും പറയും. മനസ്സിലായി? നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലോകമായിരുന്നു എനിക്ക് ചുറ്റിനും. അത് ഒരുപാട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി. ഇപ്പൊ ആ ഓർമ്മകളിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും? മനസ്സിൻ മണിച്ചിമിഴിൽ എന്നുള്ള പാട്ടാണ് എനിക്ക്. ഒരു 2 വരി. വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ മനസ്സിൻ മണി ചിമിഴിൽ. ഇപ്പം ഈ രാവിലെ ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്ത് രസമാ കേൾക്കാൻ. അതുപോലെ അതിൻ്റെ വരികളൊക്കെ എന്താ, മാഞ്ഞു പോകും ഈ രാവും, മാഞ്ഞു പോകും ഈ മഞ്ഞും, നിറസന്ധ്യ നേർക്കുമീ മീരാവും, ദൂരെ ദൂരെ എങ്ങാനും ഒരു മൈന മൂളുമീ പാട്ടും, ഒരു മാത്ര എൻ്റെ കൺകോണിൽ ചാരാത്ത വാതിൽക്കൽ വന്നെത്തി എന്നോടു മിണ്ടാതെ പോകുന്നു മനസ്സിൻ. നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മളുടെ ഹൃദയമൊക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്.
എന്നിട്ടും മിണ്ടാതെ പോകുന്നു. അതിൻ്റെ അകത്തുള്ള അർത്ഥം വേറെതാ. അതിനുള്ള അർത്ഥം എന്ന് പറഞ്ഞ ഒരു കാമുകി കാമുകനെ കാത്തിരിക്കുന്നതാണ്. എന്നും അവന് വേണ്ടി കാത്തിരുന്ന ഒരു വാതിൽ തുറന്നിട്ടിരിക്കുക. അവൻ അതിൽ ശ്രദ്ധിക്കാതെ നീ കടന്നു പോവുകയാണോ എന്നുള്ളതാണ് ആ പാട്ടിൽ ഉള്ളത്. പക്ഷെ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഹൃദയം ഒരിക്കലും ചാരിയതല്ല. നമ്മളുടെ ഹൃദയം ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. കിടക്കുക. എന്നിട്ടും എല്ലാം ഇങ്ങനെ അകന്നു പോകുന്നുവോ? എൻ്റെ സൂര്യൻ പോലും എനിക്ക് അകന്നു പോകുന്നുവോ? നഷ്ടപ്പെട്ടു പോകുന്നുവോ? എൻ്റെ കിളികള്, എൻ്റെ പൂക്കള്, എൻ്റെ ജീവജാലങ്ങൾ, എന്നെ സ്നേഹിച്ചതെല്ലാം ഇങ്ങനെ അകന്നു പോകുന്നുവോ എന്ന്. ഇലഞ്ഞികൾ പൂവിട്ട ഗ്രാമമേ, നീ ഈ പ്രണയിനിയെ മറന്നെന്നു എങ്ങു പോയി എന്ന് ഞാൻ എഴുതി വെച്ചു. ഇലഞ്ഞികൾ പൂവിട്ട ഗ്രാമമേ, നീ ഈ പ്രണയിനിയെ മറന്നെങ്ങു പോയി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും പ്രണയിക്കുകയായിരുന്നു എന്നുള്ള ഈ പ്രണയമാ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും. എല്ലാത്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്. എസ്പെഷ്യലി പ്രകൃതിയോട്. പ്രകൃതിയോട് ഭയങ്കരമായ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ജീവജാലങ്ങളോടും. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ എന്നെ എന്താ പറയുക, ജനം കല്ലെറിയും. പട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ആഹാരം കൊടുക്കുന്നവളാണ്. അത് കൊള്ളില്ല എന്നുള്ളതാണ് എല്ലാവരും അഭിപ്രായം. കാരണം പട്ടികൾ എല്ലാവരെയും ഉപദ്രവിക്കുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നത് എപ്പോഴും അവർ മിണ്ടാപ്രാണികൾ. അവരാരോട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥത കാരണം മനുഷ്യൻ കാട്ടിൽ കിടന്ന ജീവികളെ, കാട്ടിൽ വളർന്ന ജീവികളാണ് ഈ പട്ടികളും പ്രാവുകളും എല്ലാം. അവരെ കൊണ്ടുവന്ന് അവരെ എടുത്തു വളർത്തി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഉപകരണമാക്കി അവരെ മാറ്റി. ഇന്ന് അവർ മാറിപ്പോകുന്നില്ല. മനുഷ്യന്റെ അടുത്ത് നിന്ന് അവർ മാറില്ല. എത്ര ദൂരെ കൊണ്ട് എറിഞ്ഞാലും മനുഷ്യന്റെ അടുത്ത് ചേർന്ന് നിന്നാലേ അവർക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. മനുഷ്യൻ ചെയ്യുന്ന ചതിയ, ജീവജാലങ്ങളോട് ചെയ്യുന്ന ചതിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ നമ്മളെ ക്രൂശിക്കും. പക്ഷെ ഞാൻ ഓർക്കുന്നത് ഒരു ജീവിക്ക് ഉള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ വലിയ നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ ബുദ്ധി കൊടുത്തിട്ടുണ്ടോ കുഞ്ഞെ? അവർക്കില്ലല്ലോ. വിവേകമില്ല, ഭക്ഷണമില്ല, കല്ലേറ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർക്കൊക്കെ കല്ലേറ് മാത്രമേ ഉള്ളൂ, ഇല്ലേ? തീർച്ചയായിട്ടും. പണ്ട് കാലങ്ങളിൽ പാടശേഖരങ്ങളിൽ പണിയെടുത്തിരുന്ന പാവപ്പെട്ട മനുഷ്യർ, അവർ ഈ പ്രകൃതിയെ നിലനിർത്തിയിരുന്ന മനുഷ്യരാണ്. പ്രകൃതിയിൽ ശക്തരായ മനുഷ്യരാണ്. പ്രകൃതിയെ അതിജീവിക്കാൻ കഴിവുള്ള എല്ലാവർക്കും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്കിന്നോടുകൂടി അവരെ ജനിപ്പിച്ചത്. അതെ, മനസ്സിലായോ? അവർക്ക് മാത്രമേ പ്രകൃതിയെ നിലനിർത്താൻ സാധിക്കുള്ളായിരുന്നു. അവർക്ക് അന്ന് കല്ലേറായിരുന്നു. മനസ്സിലായോ? അവർക്ക് ഭക്ഷണം ഇല്ലായിരുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത ഞാൻ ചിന്തിക്കുന്നു. അതേ സ്വാർത്ഥതയാണ് ഇന്നിപ്പോ ഈ ജീവജാലങ്ങളോട് മനുഷ്യൻ കാണിക്കുന്നത്. കാരണം അവര് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ ആരെയും ഉപദ്രവിക്കില്ല. മറ്റു രാജ്യങ്ങളിൽ ഇതിനൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മുടെ ഇവിടെ ABC ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി സ്ഥലം മേടിച്ചിട്ടാൽ മാത്രമേ അവിടെ കെട്ടിടം പണിയാനും ഇതെല്ലാം ചെയ്യാനും സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ അരൂർ മണ്ഡലത്തിൽ ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും, ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് വളർത്താനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനും അതൊക്കെ എന്ന് വെച്ചാൽ അറിയാമല്ലോ, വഴിയിൽ എഴയുന്ന ജീവികളുണ്ട് എന്ന് വെച്ച് മനുഷ്യനോട് എന്തേ അലിവില്ലാത്തതെന്നൊക്കെ ചിലർക്ക് തോന്നാം. മനുഷ്യനോട് പരിപൂർണമായിട്ട് അലിവ് നമുക്കുണ്ട്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ നമ്മളോട് വലിയ തെറ്റുകൾ ചെയ്തിട്ടില്ല. അവർ നമ്മളെ കടിക്കുന്നു, അവർ നമ്മൾ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്, വിശക്കുന്നു. പഴയ കാലങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. വിശന്ന് 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 മനുഷ്യൻ, ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കെട്ട കുടിലിൽ ഇരുളുകൾക്കുള്ളിൽ പിടയുന്നു നിറം പറ്റും കോലങ്ങൾ ജന്മങ്ങൾ, കീറത്തുണി പിഴിഞ്ഞീറൻ മറയ്ക്കുവാൻ കാലം കരുതാത്ത നീരറ്റ ദേഹങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അസ്ഥി തെളിഞ്ഞുന്തി അക്കങ്ങൾ പോൽ നീറി ദീനത പോറ്റുന്ന നാടിൻ ഞരമ്പുകൾ എന്ന് എഴുതി വെച്ചത്. നാടിന്റെ ഞരമ്പുകളായിരുന്നു. മനസ്സിലായി? എങ്ങും തണൽ തണുവേൽക്കാത്ത പാടത്ത് ചൂടേറ്റു വീണ് പിടഞ്ഞു മരിച്ചവർ, പേരും പെരുമയും താൻ അഹംഭാവവും വേരറ്റുകൊന്ന നാടിൻ ദുരന്തങ്ങൾ എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവരായിരുന്നു നമ്മുടെ ദൈവങ്ങൾ. അതെ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. മനസ്സിലായി? അവരായിരുന്നു നമ്മുടെ ദൈവങ്ങൾ. കാരണം ഈ ഭൂമിയെ നിലനിർത്തിയിരുന്നവരായിരുന്നു നമ്മുടെ ദൈവങ്ങൾ. ഇന്ന് ദൈവങ്ങളില്ല, നഷ്ടപ്പെട്ടു പോയി. അവരെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് അവരുടെ തലമുറ അന്നും ഇല്ല. ആരും പാടത്ത് പറമ്പിലും ജോലിയെടുക്കാനില്ല. പ്രകൃതിയെ നിലനിർത്താൻ ആളില്ല. നമ്മളെല്ലാവരെയും പഠിപ്പിച്ചു കയറ്റുന്നു.
ഡോക്ടറാക്കുന്നു, എഞ്ചിനീയർമാരാക്കുന്നു, അല്ലെങ്കിൽ മറ്റു വലിയ വലിയ ഉദ്യോഗസ്ഥരാക്കുന്നു. പക്ഷേ ഏറ്റവും ആവശ്യം എന്തായിരുന്നു? ഏറ്റവും ആവശ്യം ഈ ഭൂമി നിലനിൽക്കുന്നതായിരുന്നു. മനസ്സിലായി? കവിത എഴുതൂ. ഞാൻ കവിത എഴുതും. എൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെ നല്ല കവിയായിരുന്നു. മരിച്ചുപോയി, ചെറുപ്പത്തിലേ മരിച്ചുപോയി. അച്ഛൻ്റെ അനിയൻ നല്ലോണം എഴുതുമായിരുന്നു. ഉം. അമ്മ കവിതകൾ പലതും പാടി പഠിപ്പിച്ച എന്നെ വളർത്തിയത്. വൃദ്ധരെ എങ്ങനെ നോക്കണം, സ്ത്രീ എന്നാൽ എന്താണ്, പിന്നെ എല്ലാം കവിതകളിലൂടെ അമ്മ പാടിത്തരും. അച്ഛനാരും നല്ല ഗായകൻ, പക്ഷെ അമ്മ കവിത എഴുതുകയും കവിതയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവളായി. അപ്പം ഇത് രണ്ടും എന്നിലുണ്ട്. എൻ്റെ എനിക്ക് കലയാണ് ഏറ്റവും ഇപ്പൊ മോള് എനിക്ക് ഒരു ചുരിദാർ എടുത്ത് വെച്ച് എൻ്റെ കയ്യിലോട്ട് തന്നാല് ഞാൻ തയ്യലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാനത് വെട്ടി തയ്ക്കും. മനസ്സിലായില്ലേ? എനിക്ക് ആ കഴുത്തും കയ്യും എല്ലാം വെട്ടാൻ അറിയാം. ഞാൻ തയ്ക്കും, കൈ കൊണ്ട് തുന്നാൻ എനിക്കറിയാം. മെഷീൻ തന്നാല് അത് അവർ പറഞ്ഞതിനനുസരിച്ച് മെക്കാനിസം പഠിച്ചു, ഓക്കെ. പക്ഷെ ഞാൻ തയ്ക്കും. എനിക്ക് കത്രിക വെച്ച് വെട്ടാൻ പറ്റും, കാരണം ഞാൻ കലാകാരിയാ. കലയാ എനിക്ക്. മോളൊരു ഒരു വൃക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു കിളിയുടെ പടം എനിക്കിതാ, അത് കൃത്യമായിട്ട് വരക്കാൻ എനിക്ക് പറ്റും. എല്ലാ കലകളും എന്നിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന. ഞാൻ പണ്ട് ഡ്രോയിങ്ങിനൊക്കെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. മനസ്സിലായ? കലയാണ് എൻ്റെ കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നു ദലീമ ചേച്ചിനെ എല്ലാവർക്കും ആദ്യം നല്ലൊരു പാട്ടുകാരി, പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ MLA ആയപ്പം ജനപ്രതിനിധിയായി, ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചു. MLA ആയതൊരു നിമിത്തമാണ്. അല്ല, പക്ഷെ തീർച്ചയായിട്ടും, കാരണം ഒരു ഗായിക എന്ന് പറയുമ്പം അത് എല്ലാവർക്കും ഒരു വിശ്വസ്തത കൂടും. നമ്മൾ ഈ പറഞ്ഞ പോലെ, കാരണം ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു വിശ്വാസവും ഇഷ്ടവും കൂടുതലുണ്ട്. ജനപ്രതിനിധി ആവുന്ന സമയത്ത് പോലും ജനങ്ങളുടെ മനസ്സിലിടം പിടിക്കാനായിട്ട് പാട്ടും അല്ലെങ്കിൽ ആ കലയും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒത്തിരി സഹായിച്ചിട്ടുണ്ട് മോളെ. പാവങ്ങളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നമുക്ക് കലയിലൂടെ പാട്ടുപാടി. ഞാനിപ്പോൾ അമേരിക്കയിലൊക്കെ പോയി പാട്ടുപാടി വരുമ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എല്ലാവർക്കും ഒന്നും വീട് റെഡിയാക്കി കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ അത്രയും പൈസയൊന്നുമില്ല. പക്ഷെ പാട്ടുപാടി വരുമ്പോൾ ഞാൻ ഒരു ചെറിയ തുകയെ വീട്ടിൽ ചിലവിന് കൊടുക്കുകയുള്ളൂ. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ട് ഈ ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുക. അന്ന് മുതൽ എന്ന് വരെ എനിക്ക് ആർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു പബ്ലിക് അറിയുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പബ്ലിക് ഇങ്ങനെ അത് വേണം. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് ഒരു പ്രഹസനമാണ്. രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന പ്രഹസനം. ജനങ്ങളുടെ മുന്നിൽ എല്ലാം കാണിക്കുന്നവരായിരിക്കണം. കാണിച്ചില്ലേ ജനം തിരിച്ച് നമ്മളെ കുറ്റപ്പെടും. നീ എന്ത് ചെയ്തു, നീ എന്ത് ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ചെയ്തവന്റെ ഹൃദയത്തിൽ ഒരു നന്ദി ഉണ്ടാവുമല്ലോ. അതെ, മനസ്സിലായില്ലേ? അവർക്കറിയാം, അവരറിയുന്നുണ്ട്, അത് ഈശ്വരൻ അറിയുന്നുണ്ട്. ഞാൻ ഭക്തയാ, ദൈവഭക്തയാ. അതുകൊണ്ട് തന്നെ ദൈവം കാണുന്നു എല്ലാം. പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം കാണുന്നു. ഞാൻ ഇന്നലെയും വെളുപ്പിനെ ഉണരുമ്പോൾ എന്നോട് എന്തോ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. ഒരുപക്ഷെ എൻ്റെ മനസ്സ് ആകാം, അല്ലെ ദൈവം പറയുന്നതായിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന. എല്ലാത്തിനെയും സ്നേഹിക്കുക എന്ന്, അതായത് എല്ലാ ജീവജാലങ്ങളിലും ദൈവാംശമുണ്ട്, എല്ലാത്തിനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞു തരുന്ന നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, അതിരാവിലെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ് എല്ലാത്തിലും ദൈവാംശം ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? ആരോ പറയുന്നു പോലെ തോന്നുന്നു. ചിലപ്പോൾ മാനസികമായിരിക്കാം, പക്ഷെ ആരോ പറയുന്നു. മനസ്സിലായോ? ഇതിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ കോളേജിലോട്ട്, ഇപ്പൊ സ്കൂൾ കാലഘട്ടം, ആ സമയത്ത് നമ്മൾ തന്നെ ആയിരിക്കും ഒരു സ്കൂളിൽ തന്നെ ഒരു ഹീറോയിൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. കാരണം പാട്ട് മാത്രമല്ല, എല്ലാത്തിലും മിടുക്കിയ ഒരു കുട്ടി. അത് കഴിഞ്ഞിട്ടുള്ള പഠനകാലത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിലും മിടുക്കിയായ കുട്ടിയൊന്നല്ലായിരുന്നു. അല്ല, പഠിക്കണമെന്നില്ലല്ലോ. കലയുടെ കാര്യത്തിൽ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കലയുടെ കാര്യത്തിൽ കോളേജിൽ ഞാൻ ഫസ്റ്റ് ആണ്, പാട്ടിന് ഫസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ച് ഞാനൊരു എല്ലാത്തിലും തള്ളി നിൽക്കുന്ന ഒരാളല്ല. ഈ സ്റ്റേജിലൊക്കെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും, അതൊന്നും ഇല്ല എനിക്ക്. എനിക്ക് അങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ല. കാരണം ഞാനൊരു സ്റ്റേജിൽ കയറുന്ന പേടിച്ചും ഭയന്നോ. എനിക്ക് ഈ സഭാകമ്പം ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും എന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ വേദനിച്ചിരുന്നു. എൻ്റെ കഴിവിനെ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയല്ല. കാരണം എനിക്ക് ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറുമ്പോഴും മുന്നേക്കെ ഒരാളപ്പുറത്തിരുന്ന് കഴിഞ്ഞാൽ അയാളെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അയാൾ ചിലപ്പോൾ പാട്ടിന്റെ ഒന്നുമല്ലായിരിക്കും, പക്ഷേ ആ വരുന്നവരെയൊക്കെ ഞാനും എല്ലാം വലുതായിട്ടേ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഇപ്പൊ നമുക്ക് സ്വയം ഒരു അഹങ്കാരം വേണം.
അപ്പൊ പാട്ടിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മളൊരു ആളാണ്, നമുക്ക് എന്തോ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കേ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും പിന്നിലോട്ട് പോകുന്നവളാണ്, പരമാവധി പിന്നിൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടിൽ എനിക്ക് വലിയ വിജയം കൊയ്യാൻ സാധിച്ചില്ല. കാരണം സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് പാടി ഫലിപ്പിക്കാനൊക്കെ പേടിയാണ്. അപ്പം ഞാൻ എന്ത് പറ്റും, എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ടോ ഇല്ല, നമ്മളൊന്നും ആസ്വദിച്ച് പാടിയിട്ടില്ല സ്റ്റേജിൽ. എന്നും പേടിച്ചും ഭയന്നേ പാടിയിട്ടുള്ളൂ. ഞാൻ സിനിമയിൽ പാടുമ്പോഴും റെക്കോർഡിങ്ങിന് പാടാൻ ചെല്ലുമ്പോഴൊക്കെ ഞാൻ പേടിച്ചും ഭയന്നാ പാടിയത്. അപ്പോൾ അതിൻ്റെതായ കുറവുകൾ അതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ കേൾക്കുമ്പോ എന്നിട്ട് ജനം എന്നെ എടുത്തു എന്നുള്ളതാണ്, എന്നിട്ട് എന്നെ ഗായികയാക്കി മാറ്റി എന്നുള്ളതാണ്. പക്ഷെ വേദനിച്ചാണ് ഞാൻ ഗായികയായത്. എന്നും വേദനിച്ചാണ് ഞാൻ ഗായികയാകുന്നത്. എനിക്ക് തോന്നുന്നു ദൈവം എനിക്കൊരു നൊമ്പരം തരുന്നതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് ഒരാഴ്ച മുന്നേ ലണ്ടനിൽ പ്രോഗ്രാം, അവിടെയും പാടുകയാണ്. എന്നിട്ട് പാടിയിട്ട് ഞാൻ എൻ്റെ പാട്ട് നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം ഞാൻ പേടിച്ചാണല്ലോ പാടുന്നത്. അപ്പൊ ശരിയായ, എന്നിട്ട് ഞാനിത് കാറിൽ നിന്ന് ഇങ്ങനെ കരയുക. ലണ്ടനിലാണോ അമേരിക്കയിലാണോന്ന് അറിയില്ല, എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ സങ്കടപ്പെടുവാ ഞാൻ. ചേച്ചി എന്തിനാ ഇത്രയും സങ്കടപ്പെടണം, ചേച്ചിയാണ് ആ പ്രോഗ്രാം വിജയിപ്പിച്ചതെന്ന് അവരെന്നോട് പറയുന്നുണ്ട്. എന്നെ കൊണ്ടുപോയവര്. പക്ഷെ എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിത് സങ്കടപ്പെടുക. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാടിന്റെ ഉള്ളില് ദൈവത്തിന്റെ ഒരു രൂപം ഞാനിങ്ങനെ കാണും. ഒരു ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ കുരിശിൽ കിടക്കുന്ന ഒരു രൂപം, ഇങ്ങനെ വെളുത്ത ഒരു രൂപം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാനിവരോട് പറഞ്ഞ്, പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ നമ്മൾ അങ്ങനെ പോരുമ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കർത്താവ് കുരിശിൽ കിടക്കുന്ന രൂപം എന്ന് പറഞ്ഞു. ഇവര് പറയണേ, ഈ ഇവിടുത്തെ കാട്ടിലൊന്നും കർത്താവിന്റെ കുരിശിൽ കിടക്കുന്ന രൂപമൊന്നും പുറത്തുണ്ടാവില്ലെന്ന്. അത് ചേച്ചിയുടെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ്. എനിക്കറിയില്ല, ഞാൻ കണ്ടതാണ്. ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ കണ്ടത്. ഞാൻ ഈ സങ്കടപ്പെട്ടാണല്ലോ നോക്കണം. ദൈവം ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്കൊരു തോന്നൽ വരുന്നതായിരിക്കാം. അപ്പൊ ഞാൻ കണ്ടതാണ്. പക്ഷെ ഇവര് സമ്മതിച്ചില്ല. അവര് പറയണ അങ്ങനെ ഒരു രൂപ അവിടെ അവനെ വെക്കാൻ പാടില്ലെന്ന് അവിടെ, ഇങ്ങനെ ഗ്രോട്ടോയ്ക്ക് പുറത്തേ. അമേരിക്കയിലെ കാടുകളിൽ ഇതിന്റെ സൈഡിൽ കൂടെ വണ്ടി ഓടുക. അപ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പൊ ഒരുപക്ഷെ എൻ്റെ മനസ്സിന്റെ ആകുലത കൊണ്ട് ദൈവം കാണിച്ചതായിരിക്കാം ശാന്തമാകാനെന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്കെപ്പോഴും അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾ, അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ നിയമസഭയിൽ പ്രസംഗത്തിന് പോകുമ്പോൾ വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആരും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയും, നീ ഈ കവിതകൾ പാടി, നീ ഇത് പാടിയിട്ട് പ്രസംഗിക്കൂ എന്ന് പറയും. തോന്നലുകളായിരിക്കാം. അപ്പൊ ഞാൻ ആ കവിത എടുക്കും. എനിക്ക് എങ്ങുന്നോ വരും അത്. അറിയില്ല എന്താണ്. നിയമസഭയിലപ്പം നന്നായിട്ട് തിളങ്ങിണ്ടാവുമല്ലോ, കവിതയിലൂടെ വരുന്ന കൺവേ തിളങ്ങുന്നവളല്ല. നിയമസഭയിൽ ഇതേപോലെ പുറകിലോട്ട് വലിയുന്നവളാണ്. പിന്നെ ഞാൻ ഓർക്കണത് എല്ലാം ദൈവമാണല്ലോ നമ്മളെ നയിക്കുന്നത്. നമ്മൾ അറിയാത്ത വഴികളിലൂടെ നമ്മളെ നടത്തുന്നു. ഇതൊക്കെ അറിയാത്ത വഴികളാണ്, നമ്മൾ ചിന്തിക്കാത്ത വഴികൾ. എനിക്ക് ചിലർ പറയും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ചിലർ പറയും നല്ലത് കിട്ടുമെന്ന് പറയും. അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പോകുന്നത്, ഒരു പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതിന് നല്ലത് കിട്ടാതെ പോകുന്നത് എന്ന് ചിന്തിക്കും. മനസ്സിലായില്ലേ? കാരണം അത് ആരോടും ഒരു തെറ്റും ചെയ്യുന്നില്ല. പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വന്ന് മരിക്കുന്നു, ചില കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നു, ചിലർ ഉപദ്രവിച്ചു കൊല്ലുന്നു. ഇതൊക്കെ അവരെന്ത് തെറ്റ് ഈ ഭൂമിയിൽ ചെയ്തിട്ടാണ്? അവർക്ക് അനേകം ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അനേകം അനുഗ്രഹങ്ങൾ എന്തേ വരാത്തത് എന്നപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കും. മനസ്സിലായില്ലേ? വിധിയാണ് എന്നേ ഞാൻ ചിന്തിക്കുന്നത്. ഓരോരുത്തർക്ക് വരുന്നതെല്ലാം അവനവൻ്റെ വിധിയാണ്. ആ വിധിയെ നമ്മൾ എന്തെല്ലാം നല്ലത് ചെയ്താലും വിധി ഉണ്ടെങ്കിൽ, എന്തൊക്കെയും വിധി നമ്മുടെ പുറകിൽ, നമുക്കത് അങ്ങനെയാണ് നമ്മൾ പോകേണ്ടതെങ്കിൽ, നമുക്കൊരു മാരക രോഗം പിടിച്ചാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ അതൊന്നും തെറ്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. അത് നമുക്ക് വെച്ചിരിക്കുന്നതാണ്. അതെ, മനസ്സിലായില്ലേ? നമ്മൾ നല്ലത് ചെയ്തിട്ട് നമുക്ക് വലിയ ഭാഗ്യം, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല. അല്ല, സാധാരണ നമ്മൾ പറയൂല്ലോ, രാഷ്ട്രീയത്തിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിന് ഭയങ്കര കട്ടിയൊക്കെ ഉണ്ടാവണം. ഒരുപാട് കട്ടി വേണം. ഒരുപാട് ആളുകൾ കുറെ കുറ്റപ്പെടുത്തും. നമ്മൾ എന്ത് ചെയ്താലും ചില നിമിഷങ്ങളിൽ നമ്മൾ സങ്കടപ്പെടും. നന്ദിയില്ല എന്നുള്ള ഒരു തോന്നൽ വരും. നമുക്ക് തോന്നും, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതാണല്ലോ കിട്ടണത് എന്ന് തോന്നുന്ന അവസ്ഥകളുണ്ട്. അല്ല, രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഒരു കാഴ്ചപ്പാടും ഇല്ല. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എൻ്റെ ചുറ്റിനുമുള്ള പാവങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പാവപ്പെട്ട മനുഷ്യർ ധാരാളം ഉള്ള ഒരു പരിസരത്തായിരുന്നു ഞാൻ ജീവിച്ചത്.
അവരുടെ സങ്കടങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ കവിത എഴുതി വെക്കുന്നത്. മനസ്സിലായില്ലേ? ജീവിതങ്ങൾ മനസ്സിലായോ? നേരിട്ട് കാണുകയാണല്ലോ. ആ. കുടിലിനുള്ളിൽ മണൽപ്പൊടി തിന്നും ശ്വസിച്ചും മൂക്ക് പുഴുക്കുന്ന ചേലറ്റുപോയ പൈതങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്റെ കൂട്ടുകാരായിരുന്നു. എൻ്റെ കൂടെ കളിക്കുന്ന എൻ്റെ കൂട്ടുകാരായിരുന്നു. അവിടെ മൂക്ക് എന്നും ഇങ്ങനെ പുഴുത്തോണ്ടിരിക്കും. അതായത് ഈ ജലദോഷം മാറിയിട്ടൊരു സമയം അവർക്കില്ല. അവർക്കത് ചീറ്റാൻ പോലും പറ്റത്തില്ല. കാരണം ഇവിടെ മുഴുവൻ മുറിവായിരിക്കും. കാരണം ആ കുടിലിനുള്ളിൽ മണൽത്തരിയായിരുന്നു, മണലായിരുന്നു. കുടിലിനുള്ളിൽ മണൽപ്പൊടി തിന്നും ശ്വസിച്ചും മൂക്ക് പുഴുക്കുന്ന ചേലറ്റുപോയ, അതായത് ഭക്ഷണമില്ലാതെ സൗന്ദര്യം അറ്റുപോയ കുഞ്ഞുങ്ങള് എൻ്റെ കൂട്ടുകാരായിരുന്നു അവര്. മനസ്സിലായോ? അങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അതാണ് അത് ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കും നമ്മളെ ദൈവം അങ്ങനെ നയിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് രാഷ്ട്രീയത്തിലൂടെ സാധിക്കൂല. കുറേ നല്ല, എല്ലാം ഒന്നല്ല, കുറച്ചൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും. പക്ഷെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാരിറ്റി അല്ലത്. അതൊരു നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. നമ്മൾ വികസനം എന്ന് പറയും. മനസ്സിലായി? അതെ. ചാരിറ്റി വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ പണം വേണം. എന്നും നമ്മൾ എന്താ മരം പൊഴിക്കണം, എന്താണ് പണം പൊഴിക്കണ വൃക്ഷം ആവണം, അങ്ങനെ ഇല്ലല്ലോ നമുക്ക്. വല്ലപ്പോഴും കിട്ടുന്ന പ്രോഗ്രാംസ് അതൊക്കെ കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒറ്റപ്പെട്ട മനുഷ്യർക്ക് ചെയ്യാം. അതെ. ഒരു വീട് തകർന്നു പോയി, അവർക്ക് കിടക്കാൻ വെള്ളത്തിൽ കിടക്കുകയാണ്, ദരിദ്രരാണ്, അവർക്ക് ലൈഫിൽ വീടുണ്ട്, ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ആ ലൈഫിലെ വീട് അവർക്ക് കിട്ടാതെ വരും. മനസ്സിലായോ? അങ്ങനെ വരും. അവർക്ക് ഒരുപക്ഷെ പഠിപ്പും വിവരവും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, അറിവില്ലാത്ത ആൾക്കാരായിരിക്കാം, എല്ലാം എഴുതി കൊടുക്കാൻ അറിയില്ല, അങ്ങനത്തെയൊക്കെ ഒരു രീതികളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ലൈഫിൽ കയറിപ്പറ്റാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ മഴയത്ത് കിടക്കുന്ന ഈ നിർധനരായിട്ടുള്ള മനുഷ്യരെ നമ്മൾ കുറച്ച് പേരെയൊക്കെ നമ്മൾ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ പണം കൊണ്ടാണ്. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത് സംഗീതം ആയുധമായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലൂടെ നമുക്ക് അതിനൊരു പരിധികളുണ്ട്. അതിന് പരിമിതിയുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ നമുക്ക് ഇത്ര പേർക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടായിരുന്നു അന്നൊക്കെ. ലൈഫിൽ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. പ്രയോറിറ്റി ലിസ്റ്റിലേ പോകാൻ പറ്റുള്ളൂ. മുൻപന്തിയിൽ കിടക്കുന്ന കുറെ മനുഷ്യരെ മാറ്റിവെച്ചും പുറകിൽ കിടക്കുന്ന ആളെ അങ്ങോട്ട് കൊണ്ട് പിറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ. അറിവില്ലായ്മ കൊണ്ട് അവരെ അപേക്ഷിച്ചത് ഇപ്പോഴായിരിക്കും. അതെ. മനസ്സിലായി? അപ്പൊ അവര് തള്ളിപ്പോവും. അങ്ങനെയൊക്കെ അതിലുണ്ട്. അതാണ് ഭരണത്തിന്റെ ഘടന. അത് ഇലക്ഷനും അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഭരണഘടന അങ്ങനെയാണ്. നമുക്ക് അതിൽ കുറെ അജണ്ട പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കള്ളത്തരം കാണിക്കാൻ നമുക്ക് സാധിക്കില്ല, തെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഉദ്യോഗസ്ഥരും എല്ലാവരും ഉള്ള ഒരു സമൂഹമല്ലേ, എല്ലാവരും ഉള്ള സമൂഹം. ഒരു കമ്മിറ്റിയൊക്കെ ഇല്ലേ, അതിനൊക്കെ ബോധിപ്പിക്കണ്ടേ? എല്ലാം ബോധിപ്പിച്ചല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇലക്ഷൻ വരികയാണല്ലോ. ഈ ഇലക്ഷന്റെ തിരക്കുകളിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് എങ്ങനെയാണ്? കാരണം നമ്മൾ MLA ആണ്, മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ. രാവിലേക്ക് എത്ര മണി മുതൽ തുടങ്ങും? ഇപ്പൊ ഞാനൊരു 8, 9 മണിയാകുമ്പോ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. അതനുസരിച്ച് നമ്മൾ അപ്പൊ അവിടെ ചെന്ന്, ഇപ്പൊ കഴിഞ്ഞ ദിവസം പെരുമ്പളത്തായിരുന്നു, അവിടുത്തെ തൊഴിലുറപ്പിലെ സ്ത്രീ ജനങ്ങളെ, അമ്മമാരും സഹോദരങ്ങളും അവിടെ ഉണ്ട്. അവരെ ഒരു 10, 35, 50 പേരുണ്ടാവും. അവരെല്ലാരും മൊത്തം കാണും. അപ്പൊ ഒരു 50 കുടുംബം നമ്മൾ അവിടെ ചെല്ലുക. അതുപോലെ പീലിംഗ് ഷെഡുകൾ കയറി. അതെ, ഞാൻ ചോദിക്കണം വിചാരിച്ചാണ്. കാരണം നമ്മൾ ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് ഇലക്ഷൻ പാട്ടുകളൊക്കെ. ദലീമ ചേച്ചിയുടെ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് പാട്ടുകൾ എങ്ങനെയായിരുന്നു? ദലീമ ചേച്ചിന്റെ ഞാനായി ഇലക്ഷന്റെ പാട്ടായിട്ട് ഇലക്ഷന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അല്ല, ദലീമ ചേച്ചിയുടെ ആ സമയത്ത് MLA ആവുന്ന സമയത്തുള്ള ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള ഞാൻ എന്നെ കൊണ്ട് പാടിക്കുന്നത് ആനിയമ്മയുടെ പാട്ടുകളൊക്കെ ആയിരുന്നല്ലോ. എപ്പോഴും എനിക്കിങ്ങനെ ഇലക്ഷന്റെ പാട്ടുകളോ രാഷ്ട്രീയത്തിന്റെ പാട്ടുകളോ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ പാടാനുള്ള ഇത്. അപ്പൊ ഞാൻ പിന്നെ പാടുന്നത് കണ്ണുതുറക്കാത്ത ദൈവമൊക്കെ പാടും. പിന്നെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, അതെപ്പോഴും പാടുമായിരുന്നു. 2 വരി. മനുഷ്യൻ മതങ്ങൾ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു.
സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ. ആയി പിച്ച് കിട്ടുന്നില്ല. ഇപ്പൊ ഈ രാവിലെ ആയതുകൊണ്ട് മുകളിലത്തുള്ള പിച്ച് കിട്ടാൻ പാടാം. ആയിരം ആയിരം അവതാരങ്ങളെവിടെ, ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ശരിക്കും ദൈവത്തെ കൊന്നോണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? എന്നൊക്കെയുള്ള വാക്കുകൾ അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ, മനസ്സിലായോ? ചേച്ചി ഒരു എപ്പോഴും സ്നേഹം എന്നുള്ളത് നമ്മൾ പറയുന്നു. ഒരു സ്ത്രീ എന്ന രീതിയിൽ എത്രത്തോളം ഹാപ്പിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ സ്ത്രീ എന്ന് പറയുമ്പം ചേച്ചിയുടെ മനസ്സിൽ വരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എലമെന്റ്സ് എന്തൊക്കെയാണ്? സ്ത്രീ എന്നുള്ള നിലയിൽ സ്ത്രീക്ക് എപ്പോഴും കുറേ എന്താ പറയുക, നമ്മുടെ കൊച്ചു കേരളത്തിൽ കുറേ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടല്ലോ. അങ്ങോട്ട് സ്ത്രീയുടെ ആകാശം പല കാര്യങ്ങളിലും തടയപ്പെട്ടതാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് കുറെ നിയമങ്ങളുണ്ട്. ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്ത്രീയുടെ ത്യാഗമാണ്, സത്യമല്ലേ? ത്യാഗം അനുഷ്ഠിക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകളെ കാര്യേഷു മന്ത്രി എന്നും കരുണേഷു ദാസി എന്നും രൂപേഷു ലക്ഷ്മി എന്നും ക്ഷമയാ ധരിത്രി എന്നും, മനസ്സിലായ, ശയനേഷു വേശ്യ എന്നൊക്കെ സ്ത്രീയെ വർണ്ണിച്ചു വെച്ചിരിക്കുക. ശയനത്തിൽ അവൾ വേശ്യയെ പോലെ ആകണമെന്ന് അതൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാര്യത്തിൽ അവൾ മന്ത്രിയെ പോലെ, കരുണയിൽ അവൾ ദാസിയെ പോലെ, രൂപത്തിൽ ലക്ഷ്മിയെ ദേവിയെ പോലെ. ഇനി ക്ഷമയിൽ ഭൂമിയോളം ക്ഷമ. ഭൂമിയെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ക്ഷമയാണ് സ്ത്രീക്ക് വേണ്ടതെന്നുള്ളത് ഇങ്ങനെ എഴുതി ചട്ടം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടിലെ സ്ത്രീകളെ എല്ലാവരും നോക്കിക്കാണുള്ളൂ, മനസ്സിലായില്ലേ? എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നും അല്ല. സ്ത്രീയും പുരുഷനും പരമാവധി തുല്യമായിട്ട്, പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, സ്ത്രീയും ജോലി എടുക്കും, പുരുഷനും ജോലി. ഇപ്പം മാറ്റങ്ങളുണ്ട്, വലിയ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളാണല്ലോ ഞാൻ. അതെ, മനസ്സിലായില്ലേ? സംവരണം, 50% സ്ത്രീക്കുള്ള സംവരണം, ആ മാറ്റങ്ങളാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വന്നില്ലേ, എടുക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം. അതൊരു സ്ഥാനം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. അത് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇടതുപക്ഷത്തിലെ സ്ത്രീക്ക് അതിൻ്റെതായ പൂർണ്ണമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ കടന്നു വരുന്നത്. ഇപ്പോഴും സ്ത്രീ സംവരണമാണല്ലോ കൂടുതൽ, മനസ്സിലായില്ലേ? എന്ന് വെച്ച് പുരുഷനെ തള്ളിക്കളയൊന്നുമല്ല. പുരുഷൻ നല്ല മനുഷ്യരാണ്. പുരുഷന്മാരെ ഞാൻ ചിന്തിക്കുമ്പോൾ അവർക്കൊരു കുറ്റവും കുറവും ഇല്ലാത്തവരാണ്. അവരാരുടെയും കുറ്റങ്ങളൊന്നും പറയാറില്ല. സ്ത്രീക്ക് അതൊക്കെ ഉണ്ട്, സ്ത്രീക്ക് കുറച്ചുണ്ട്. ഉള്ള കാര്യം ഇത് തന്നെയാണ്. അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൾ ആകെ ആശ്രയിക്കുന്ന ഒറ്റ പുരുഷനെ ആയിരിക്കും. ആ പുരുഷനിൽ നിന്ന് കിട്ടേണ്ട തണൽ കിട്ടാതെ വരുമ്പോൾ കുറ്റം തുടങ്ങും. അവിടെ കുറ്റം രൂപപ്പെട്ട് തുടങ്ങും, പരാതി രൂപപ്പെട്ടു. ആ പരാതി സമൂഹത്തിലേക്ക് ബാധിക്കുക. കാരണം ആ പരാതി പറഞ്ഞിട്ടും കിട്ടാതെ വരുമ്പോൾ എന്ത് പറ്റും? അവള് മറ്റുള്ള ഒരാളോട് കുറ്റം പറയാൻ തുടങ്ങും, സമൂഹത്തോട് കുറ്റം പറയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ കുറ്റക്കാരത്തിയായിട്ട് അവൾ വിധിക്കപ്പെടുകയും, മനസ്സിലായി? പക്ഷെ അവൾക്ക് ശരിക്കും പുരുഷനിൽ നിന്ന് കിട്ടേണ്ടതായ കരുതലും സ്നേഹവും കുറഞ്ഞു പോകാൻ പാടില്ല. കുറഞ്ഞു പോയാൽ അവള് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് അവൾ കുറ്റക്കാരത്തിയായിട്ട് മാറുകയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പൊ പൊതുവെ ഞാൻ ഓർക്കണ വേശ്യെന്ന് വിളിക്കുന്നത് പോലും തെറ്റാണെന്നേ ഞാൻ ചിന്തിക്കുള്ളൂ. അവളെ എന്തിനായി വേശ്യെന്ന് വിളിക്കുന്നത്? അവളെ കൈകാര്യം ചെയ്യുന്ന പുരുഷനെ വിളിച്ചുകൂടെ? അവരുടെ സന്തോഷങ്ങളല്ലേ അവളുടെ ശരീരത്തിൽ നിവർത്തിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു സ്ത്രീ പല പുരുഷന്മാരെ ശരീരത്തിൽ ഇങ്ങനെ കയറ്റിയിറക്കാൻ ആഗ്രഹമുണ്ടോ? സ്വയം വേദനിക്കാൻ ആഗ്രഹമുണ്ടോ? ഏതൊരു സ്ത്രീക്ക് ആഗ്രഹം ഉണ്ടാവും പല പുരുഷന്മാർ ശരീരത്തിൽ കയറി ഇറങ്ങാൻ? ഏത് സ്ത്രീക്ക് ആഗ്രഹം ഉണ്ടാവും? ശരീരം വേദനിക്കില്ലേ? രോഗങ്ങൾ ഉണ്ടാവില്ലേ? എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാവില്ലേ? ഏത് സ്ത്രീ ആഗ്രഹിക്കും? എന്നിട്ട് അവളെ വേശ്യെന്ന് കുത്തു. ഞാൻ അതിനോടൊന്നും യോജിക്കില്ല. അതെ, മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും അത് വലിയൊരു ആ ഒരു പദം പോലും ഉപയോഗിക്കരുത്. സ്ത്രീയെ മാനിക്കണം. പുരുഷന്റെ സന്തോഷങ്ങൾക്കും കുടുംബം നിലനിർത്തുവാനും ഈ ലോകത്തെ നിലനിർത്തുവാനും സ്ത്രീ ആവശ്യമാണ്. സ്ത്രീയാണ് പൂർണ്ണമായിട്ടും ഈ ഭൂമിയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നവൾ. സ്ത്രീയിൽ നിന്നാണ് ജന്മങ്ങൾ ഉണ്ടാവുന്നത്, സ്ത്രീയിൽ നിന്നാണ്, ഇല്ലേ? എല്ലാ ജന്മങ്ങളും സ്ത്രീയിൽ നിന്നാണ്. ആ സ്ത്രീയെ എത്രത്തോളം പൂജിക്കാമോ
മനസ്സിലായോ? ഇത് കേൾക്കുന്ന സമയത്ത് ഉം. സ്വാഭാവികമായിട്ടും പറയും പുരുഷന്മാർക്ക് വേണ്ടിയെങ്കിലും പറയണം. കാരണം അവരുടെ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുകൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. ആ സ്ത്രീയോട് ഇപ്പൊ വിവാഹം കഴിച്ച് ചെല്ലുമ്പോ ആ സ്ത്രീയോട് ഒരു ചെറിയ കരുണ കാണിച്ചാൽ മതി, അത്ര ഒരു മതി. സ്നേഹം ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ചേർത്ത് പിടിച്ചാൽ മതി. അതെ. മനസ്സിലായോ? ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട അവൾക്ക്, വേറെ ഈ ലോകത്തൊന്നും വേണ്ട. ആ പുരുഷന്റെ സ്നേഹവും പരിലാളനയും അവള് പറയുന്നതിനോട് യോജിക്കാനുള്ള അവസ്ഥയും. കാരണം അവൾക്ക് ചുറ്റിനും ആരുമില്ല, അവളുടെ അച്ഛനും അമ്മയില്ല, അവളുടെ സഹോദരങ്ങളില്ല, അവൾ സത്യം. അത്രയും കാലം ജീവിച്ചതൊന്നുമില്ല. അത് ഇവിടുത്തെ സിസ്റ്റമാണ്. എല്ലാം ഉപേക്ഷിച്ചാ വരുന്നത്. എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട, എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പുരുഷൻ തണൽ കൊടുക്കണ്ട, സ്ത്രീക്ക് കുറ്റം ഉണ്ടാവില്ല. ഇതെല്ലാം ഉപേക്ഷിച്ച് അവൾ ഒരു ഒരു ഒന്നും അറിയാത്തൊരു ഗൃഹത്തിലേക്ക് പ്രവേശിക്കുക. എല്ലാം ഉപേക്ഷിച്ച് അവളുടെ ബന്ധങ്ങള്, അവളുടെ സുഹൃത്തുക്കള്, അവൾക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാം എല്ലാം. അപ്പോഴാണ് അവൾ ആ ഒരൊറ്റ പുരുഷനിൽ ആശ്രയം കണ്ടെത്തുന്നത്. പക്ഷെ ആ ഒറ്റ പുരുഷൻ പോലും സ്നേഹിക്കാതായാല് അതെ. അവിടെ തകരും. അത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെത്, എൻ്റെ അതെ, അതെ. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പുരുഷന്മാർ നല്ലവരുണ്ട്, ഒത്തിരി നല്ലവരുണ്ട്. അല്ല, അപ്പൊ ചേച്ചി പറയുമ്പം ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ചേച്ചിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു പില്ലറായിട്ട് നിൽക്കുന്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ആണ്, അതെ കാര്യങ്ങളെയൊക്കെ അതെ, അത് മനസ്സിലാക്കി. തണലാണ്, അത് വലിയ തണലാ. കാരണം ഞാനിപ്പോ ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നപ്പോഴും, ഉം. ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ഞാൻ എന്തുകൊണ്ട് ഇതിൽ നിലനിൽക്കുന്നു എന്നുള്ളത്, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, മക്കളെ വളർത്തണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെയല്ല, ഞാൻ പാടാൻ കയറിയത് മുതൽ കുടുംബകാര്യങ്ങൾ എനിക്ക് അമിത ശ്രദ്ധിക്കാൻ പറ്റില്ല, ഒരു പരിധിയുണ്ട്. ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞ് വന്നാൽ ഞാൻ വീട്ടിലെ അമ്മ തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും അതിനൊരു ഒരാൾ താങ്ങാനും അയാൾ ആ ഭാരം ചുമക്കാനും ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഞങ്ങൾ പ്രണയിച്ചിറങ്ങിയവരെ, മനസ്സിലായില്ലേ? അപ്പം ഞങ്ങളുടേതായ ഒരു ലോകം ഞങ്ങൾ ഇങ്ങനെ വളർത്തിയെടുക്കുകയാണ്. വളർത്തിയെടുത്തു. അതെ. ഞങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരുമിച്ചൊന്ന് വളർത്തിയെടുത്തതാണ്. ആ വളർച്ചയിൽ ഇന്ന് വെച്ച് വേദനയില്ല, പ്രയാസങ്ങളില്ലെന്നില്ല. ഞങ്ങൾ തമ്മിൽ തർക്കിക്കും, ചില കാര്യങ്ങൾ എൻ്റെ നടത്തി തരാതെ വരും, അപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ അതൊക്കെ ഇതിലുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. അതെല്ലാം ഉണ്ട്, ഉം. അതെല്ലാം കൃത്യമായിട്ടുണ്ട്. വഴക്കും തല്ലിപിടുത്തവും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ അടിയും ഇടിയൊന്നും ഇല്ല, അതൊന്നും പുള്ളിക്കറിയില്ല. ഞാൻ അടിച്ചാലും പുള്ളി കൊള്ളുകയുള്ളൂ, അതൊന്നുമില്ല. അതൊന്നും പുള്ളിക്കറിയില്ല. അങ്ങനെ ആരെയും വേദനിപ്പം അങ്ങനത്തെ പരിപാടിയില്ല. പക്ഷെ പുള്ളി ഈ സൈക്കാട്രിയൊക്കെ പഠിച്ചു, ഇതൊക്കെ പഠിച്ച മനഃശാസ്ത്രമൊക്കെ പഠിച്ച ആളാ. ആ. അതുകൊണ്ട് നമ്മളെ വരച്ച വരെ നിർത്താൻ അറിയാം പുള്ളി, മനസ്സിലായില്ലേ? നമ്മളെ വരച്ച വരെ പുള്ളിയെ കൊണ്ടുവരും, എവിടെ നിർത്തണം എന്നുള്ളത് അവർക്ക് അറിയാം. അവിടെ അതെ. നിർത്താൻ അറിയാം. പുള്ളി അത് തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ താങ്ങുന്നു, അതായത് പുള്ളി എല്ലാം ഭാരവും ചുമക്കുന്നു. പുള്ളിക്ക് സമയമേ ഇല്ല. ഒരു രാഷ്ട്രീയക്കാരിയായി എന്നേക്കാൾ കൂടുതൽ സമയമില്ല അദ്ദേഹത്തിന്. എല്ലാത്തിലും ഉത്തരവാദിത്തം ആള്. 4:30 എഴുന്നേക്കും. ഉം. 4:30 എഴുന്നേക്കണം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് എല്ലാ ദിവസവും പുള്ളി കോയിലെടുത്ത് തുടക്കുകയും ചെയ്യും, മനസ്സിലായി? അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്കൂളിൽ കൃത്യമായിട്ടെത്തും. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് സ്കൂളുകാർ വിടുന്നില്ല, കാരണം അദ്ദേഹം ചിട്ടയോടുകൂടെ സ്കൂളിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇനി അത് തന്നെയല്ല, ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ ആ ഞായറാഴ്ച പോലും അദ്ദേഹം വേറൊരു സ്ഥലത്ത് നിന്ന് പഠിപ്പിക്കാൻ പോകും. അപ്പൊ അവിടെ നിന്നൊരു വരുമാനം പുള്ളിക്ക് കിട്ടും. മുന്നേക്കെ വീട്ടിലിരുന്ന് പുള്ളി 3 ദിവസമൊക്കെ ഉറക്കം നിന്ന് CD റൈറ്റ് ചെയ്യും. അന്നൊക്കെ റൈറ്റിംഗ്, ആ, ആ. അങ്ങനെ ഒരു ബിസിനസ്, അതായത് ഒരു ജോലി തന്നെയല്ല, പല ജോലികൾ എടുത്തിട്ടാണ് നമ്മൾ ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജീവിക്കാനായി മാറുന്നത്, മനസ്സിലായോ? മക്കളെ കുറിച്ചിട്ട് മക്കളെ കുറിച്ച് അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ സ്കൂളിൽ പേരുകള് തന്നെ. അവരുടെ. ആ മോളുടെ പേര് ആർദ്ര, ആർദ്ര. ആർദ്ര ജോജോ, മോൻ കെൻ ജോജോ. ഉം. ആർദ്ര ഇപ്പോ ജർമ്മനിയില് ഇപ്പോ ഇത് MA ലിറ്ററേച്ചറിന് പഠിക്കുക. അവിടുത്തെ യൂണിവേഴ്സിറ്റി ഫ്രീ ആയിട്ടുള്ള പഠനമാണ്, എങ്കിലും ജോലി എടുത്തോണ്ട് പഠിക്കുകയാണ്. അവൾക്ക് പുറം രാജ്യമാണ് ഇഷ്ടം. ഉം. ജർമ്മനി നല്ല രാജ്യമാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട രാജ്യമാണ്. അപ്പൊ അവൾ ആദ്യം കാനഡയിൽ പോയിരുന്നു, +2 കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. പിന്നെ പറഞ്ഞു, അമ്മ ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഡിഗ്രി എടുക്കാൻ, എനിക്ക് കാനഡയിൽ പോയപ്പോൾ ഒത്തിരി പൈസയായല്ലോ, അപ്പൊ അവിടെ നിലനിൽക്കാൻ പറ്റിയില്ല, കോവിഡ് കാലത്ത് ആ. വന്നപ്പോൾ വിട്ടില്ലായിരുന്നു. ആ. അപ്പൊ അങ്ങനെ അവള് പിന്നെ ഇപ്പൊ ജർമ്മനി പോയിട്ട് 1 വർഷമായി പഠിച്ചോണ്ടിരിക്കുകയാണ്. പാട്ട് പാടോ? പാട്ട് രണ്ടുപേർക്കും, മോൻ നന്നായിട്ട് ഗിറ്റാർ വായിക്കും, ഉം. പാടും. പക്ഷെ ആരുടെയും മുന്നിൽ പാടില്ല, ആരുടെയും മുന്നിൽ ഇതൊക്കെ വായിക്കുകയുമില്ല, എല്ലാം പുറകോട്ട് വരികയാണ്. എൻ്റെ ഹസ്ബൻഡ് നല്ല കഴിവുള്ള ആളാണ്, ഉം. പക്ഷെ അദ്ദേഹവും ഇതുപോലെ പുറകിൽ കളിക്കുന്ന ആളാണ്, ഇത്തിരി വലിയ പ്രസ്ഥാനക്കാരനാണ്. അപ്പൊ അത് തന്നെ മക്കളിലും അങ്ങനെയൊക്കെ തന്നെ.
ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ ഞാനും അങ്ങനെ ഞാനും ഉണ്ട്. ഞങ്ങളൊക്കെ പൊതുവെ ഒരു പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അധികം ഇങ്ങനെ തള്ളാൻ അറിയില്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആയിപ്പോയി മക്കളും. പക്ഷെ കഴിവ് ഭയങ്കര ഉണ്ട്, കഴിവുണ്ട്, നല്ല കഴിവുണ്ട്. മോനെ കീബോർഡില് 6th ഗ്രേഡ് ഒക്കെ എടുത്തതായിരുന്നു. അത് ശരി. എന്ന് വെച്ചാൽ അത് കമ്പ്യൂട്ടറിലൊക്കെ പഠിച്ച് കുറച്ച് മാത്രമേ ഒന്ന് പോയുള്ളൂ. ഒരു 2nd ഗ്രേഡ് എടുക്കണവരെ പോയുള്ളൂ കീബോർഡിൽ. അപ്പൊ അത് പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച് ഇതൊക്കെ എഴുതിയത്. എന്നിട്ട് 6th ഗ്രേഡ് എടുത്തു. അതുപോലെ തന്നെ ഗിറ്റാറിൽ 1ാം തരത്തിൽ ഗിറ്റാർ വായിക്കും. പക്ഷെ ഒന്നും പുറത്തേക്ക് അങ്ങനെ അധികം വരില്ല. ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. അതില്ല. ജോലിക്ക് പോലും ഞാൻ ആരോടെങ്കിലും ചോദിക്കണം തന്നെ അവന് ഇഷ്ടമില്ല. അവൻ പറയുന്നത്, എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചു നിൽക്കുന്നുണ്ട്, അവർ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതുപോലെ ഞാനും ഇന്റർവ്യൂവിന് പോയി ക്യൂ നിന്ന് കിട്ടുമെങ്കിൽ മേടിച്ചോളാം, അമ്മ അതിനു വേണ്ടി ശ്രമിക്കണ്ട എന്നൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് അങ്ങനെ ഒരു വർഷം കളഞ്ഞു. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം അങ്ങനെ കളഞ്ഞു. കാരണം എന്താ, അവൻ സമ്മതിക്കില്ല ആരോടൊന്ന് ചോദിക്കാൻ. അമ്മ ഒരു MLA ആണ്, ആരോടെങ്കിലും ചോദിച്ച് അവനെ തൽക്കാലം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചാൽ അവൻ പറയണത് വേണ്ട. അനേകം കുട്ടികൾ ഇതേപോലെ ഇന്റർവ്യൂകൾക്ക് പോകുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിനെല്ലാം അവനും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? രാവിലെ മുതൽ വിശന്ന് നിന്ന് വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെ ചിന്തകളുള്ള പിള്ളേരാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അലിവുണ്ട്, അവർക്ക് കിട്ടിയ കരുണ എന്ന് പറഞ്ഞ ഇതേപോലെ എല്ലാ ജീവികളോടും ഒരു കരുണയുണ്ട്. അല്ല, പാട്ടുകാരുടെ മക്കൾ എന്ന് പറയുമ്പോഴേ നമ്മൾ ചെറുപ്പത്തിൽ പറയല്ലോ അങ്ങനെ പാട്ട്, നല്ല താരാട്ട് പാട്ട് കേട്ട് വളരാന്ന്. താരാട്ട് പാടുമായിരുന്നു ഒരുപാട്. കാരണം അമ്മയുടെ പാട്ടുകൾ ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ? ഞാൻ അന്ന് കുറേ പാട്ടുകൾ പാടുമായിരുന്നു. താരാട്ട് പാട്ടില് പിന്നെ എന്താ പറയാ, ഓമനത്തിങ്കൾ കിടാവോ, അതൊക്കെ പാടുമായിരുന്നു. പിന്നെ തത്തമ്മ പെണ്ണിനും അവൾ പെറ്റ കുഞ്ഞിനും തൈത്തെന്നൽ താരാട്ടുപാടി, നിദ്രതൻ തീരത്തിൽ 7 നിറമുള്ള സ്വപ്നത്തിൻ കാവടിയാട്ടം, ഒരു സ്വപ്നത്തിൻ കാവടിയാട്ടം, തത്തമ്മ കുഞ്ഞിനും അവൾ പെറ്റ കുഞ്ഞിനും തൈത്തെന്നൽ താരാട്ടുപാടി. അതൊക്കെ ഇങ്ങനെ നോവലിൽ പാടുക. എന്ന് വെച്ചാ എനിക്ക് ഈ പ്രസവ സമയമൊക്കെ എനിക്ക് ആരും ഇല്ലല്ലോ, അച്ഛനില്ല, അമ്മയില്ല, എല്ലാരും മരിച്ചുപോയി. പിന്നെ ഈ ഇളയതായതുകൊണ്ട് തണലില്ലായിരുന്നു, അപ്പൊ അധികം തണലില്ല. അപ്പൊ ഇങ്ങനെ സങ്കടങ്ങളാ പ്രസവിക്കണൊക്കെ. ഇപ്പൊ 9ാം മാസം വരെ ഞാൻ പാട്ട് പാടും. റെക്കോർഡിങ്ങിന് പാടിയിട്ട് 7 മണിക്ക് പ്രസവ വേദന തുടങ്ങി 9 മണിക്ക് പ്രസവിക്കും. അതുപോലെ 7 മണി വരെ ഞാൻ പാടും, മനസ്സിലായോ? അങ്ങനെ അലച്ചിലുകളായിരുന്നു. മനസ്സെപ്പോഴും ഇങ്ങനെ വിങ്ങല്, എല്ലാവരെയും പോലെ തണലില്ല, മനസ്സിലായില്ലേ? പുള്ളി തന്നെ നോക്കണമല്ലോ, ആരും ഇല്ല ഒരവസ്ഥ ആ സമയത്തുണ്ട് നമുക്ക്. അപ്പോഴൊക്കെ നൊമ്പരങ്ങളുണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകൾ ആ ഹൃദയം മുഴുവൻ ആ സമയത്ത്. താരാട്ട് പാട്ടാണെങ്കിൽ ഈ നൊമ്പരത്തിന്റെ പാട്ടുകൾ എപ്പോഴും മനസ്സിൽ. അല്ല, നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്നേഹം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നൊമ്പരങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ചേട്ടൻ കീഴടക്കിയത്? ആ ഒരു പ്രണയത്തിലോട്ട് എങ്ങനെയാ എത്തിയത്? കാരണം അത് അവരുടെ അങ്ങനെ ഒരാളുടെ ഇഷ്ടം മനസ്സിലാക്കാനായിട്ട്. എനിക്ക് ഒത്തിരി കല്യാണാലോചനകൾ ഉണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളൊക്കെ എല്ലാരും ഒക്കെ രക്ഷപ്പെട്ട് ബോംബെയിലൊക്കെ ആയി. അവര് ബോംബെയില് വലിയ വലിയ ജോലിയായി, ഉദ്യോഗസ്ഥരായി. അങ്ങനെ അപ്പൊ സാമ്പത്തികം ആ സമയത്തുണ്ട്. അപ്പൊ എനിക്ക് എന്ത് തന്നു എന്നെ വിവാഹം കഴിപ്പിക്കും, ആ ഒരു അവസ്ഥയിലാണ്. ഞാൻ ഏറ്റവും ഇളയതല്ലേ. അപ്പൊ അങ്ങനെ പത്രത്തിലൊക്കെ പരസ്യമിടുന്ന സമയത്താണ് പിന്നെ അപ്പൊ എനിക്ക് ആരെയും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. ഞാന് പാട്ടുകാരെ ആഗ്രഹിക്കുന്നവളാണ്. എന്റെ സംഗീതത്തെ അല്ലെ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെടണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലാന്നുള്ള ഒരു ചിന്തകൾ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പാട്ടുകാരെ ആഗ്രഹിക്കും. അപ്പൊ അമ്മ പാട്ടുകാരനെയും കൊണ്ടുവന്നു പലരെയും കെട്ടിക്കാനായിട്ട്. എന്നിട്ടൊന്നും എനിക്ക് ചിലരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ബോംബെയില് എന്നെ കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ നിൽക്കുമ്പോഴാണ് കോൾപിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ഇവിടെ, അപ്പൊ കോളേജിൽ ഞാൻ പഠിച്ച കോളേജിൽ വന്ന് വെച്ച് പാട്ടുകാരെ അന്വേഷിച്ചു അവര്, കോൾപിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ജർമ്മനി പോവാൻ. അങ്ങനെയാണ് ഞാൻ അപ്പൊ അവരിവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഇവിടെ പഠിച്ചൊരു വലിയ നല്ല കുട്ടിയുണ്ട്, ഉഗ്രനായിട്ട് പാടുമായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞിട്ട് അവർ ബോംബെയിലോട്ട് എന്നെ വിളിച്ചു. അങ്ങനെ അവിടെ നിന്ന് എന്നെ ഫ്ലൈറ്റിന് എൻ്റെ ബ്രദേഴ്സ് വിട്ടു. അങ്ങനെയാണ് ഞാൻ ജർമ്മനി പോകുന്നത്. അപ്പൊ ആ ജർമ്മനി പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ട്.
മനസ്സിലായോ? അപ്പൊ എൻ്റെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. ആ 1 മാസം ഞങ്ങൾ ജർമ്മനിയിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പ്രണയമൊന്നുമില്ല. ഉം. നല്ല ഫ്രണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോടൊക്കെ പറയുമ്പോൾ എല്ലാം കേട്ടിരിക്കും. എൻ്റെ കവിതകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ പാട്ടിന് വലിയ ജീവനാണ്. ഞാൻ എന്ത് പാടിയാലും അദ്ദേഹം ആസ്വദിക്കും. അങ്ങനെയാണ് അത് പിന്നെ പ്രണയമായത്. പിന്നെ അപ്പൊ ആ ഞങ്ങൾ ധൈര്യം വന്നു ഒരുമിച്ച് പ്രണയം പറയാനായിട്ട്? വീട്ടിലാണോ ആദ്യം പറഞ്ഞത്? ഇല്ല. പുള്ളി എന്നോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് താമസിച്ചാലോ എന്ന് ചോദിച്ചു. ഉം. ഞാൻ പറഞ്ഞു, അത് വീട്ടില് പറയാതെ നിവൃത്തിയില്ല. കാരണം അങ്ങനെ പിന്നെ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു. അതിൽ നമ്മൾ ധൈര്യം എടുത്തു. അങ്ങനെയാണ് ഒരുമിച്ച് ജീവിതം തുടങ്ങി. പിന്നെ പാട്ടിന്റെ ലോകത്തൊക്കെ വളർന്നു. അപ്പൊ എല്ലാരും സ്നേഹിച്ചു തുടങ്ങി. ഞങ്ങൾക്കൊരു വലിയ പരാജയം ഉണ്ടായില്ല. അദ്ദേഹം അപ്പൊ തന്നെ ചോയ്സിൽ പോയി ജോലി മേടിച്ചെടുത്തു. ദൈവം ഇങ്ങനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക. എപ്പോഴും ഇങ്ങനെ ദൈവത്തിന്റെ കരുതല് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. കാരണം ഇതൊരു വലിയ വാർത്തയായിട്ട് പത്രവാർത്ത വരികയോ ഒരു പബ്ലിസിറ്റിയോ ഒന്നും ചെയ്തില്ല. മനസ്സിലായോ? എനിക്കെപ്പോഴും കരുതലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട്. ആദ്യത്തെ സ്റ്റുഡിയോ ഓർമ്മകൾ, കാരണം ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ ആലാബ് സ്റ്റുഡിയോ. ആലാപ് സ്റ്റുഡിയോ. അപ്പൊ ഹസ്ബൻഡാണ് ഇവരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുപോയി ബേണി ഇഗ്നേഷ്യസിനെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, അടുത്ത ആഴ്ച ഒരു റെക്കോർഡിംഗ് ഉണ്ട്, അതിന് ട്രാക്ക് പാടാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ട്രാക്ക് പാടാൻ ചെന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ടൊന്നും തരുന്നില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഓർത്ത്, ദൈവം ഈ ഭൂമിയൊക്കെ തുറന്ന് അതിനടിയിലോട്ട് പോയിരുന്നെങ്കിൽ. ഞാനിങ്ങനെ അപമാനപ്പെട്ടിട്ടില്ല. അത്ര നേരം ഇരുന്നിട്ടും അത്രയും നാള് പാട്ട് തരുന്നില്ല. വൈകുന്നേരം ആയപ്പോഴാണ് അവരെന്നെ പാടാൻ വിളിക്കുന്നത്. അപ്പൊ ഞാനൊരു ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ആർത്തുകൊണ്ട് ഇങ്ങനെ വന്നു. എന്നുവെച്ച് പറഞ്ഞു, നിനക്ക് പിന്നെ ജാനകിയമ്മയുടെ വോയിസ് ആണ് എന്ന് പറഞ്ഞു. നീ വ്യത്യസ്തയാണ്. മനസ്സിലായേ? പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. പിന്നെ ഒരു ട്രാക്ക് എനിക്ക് പാടേണ്ടതായിട്ട് വന്നില്ല. പിന്നെ ഞാൻ എല്ലാം ഫുൾ റെക്കോർഡിങ്ങാണ്. പിന്നെ ഓടി നടന്ന് പാടുമായിരുന്നു. ഒരു തകർച്ചയില്ല. റെക്കോർഡിങ് അപ്പോൾ നല്ല നല്ല കാശായി. ആവശ്യത്തിന് പണം വരാൻ തുടങ്ങി. കാരണം പാട്ട് എന്ന് പറഞ്ഞ വലിയ പണമാണല്ലോ. അപ്പൊ അന്ന് എനിക്ക് ജോലിയുണ്ട് കേട്ടോ. ഞാൻ അന്ന് ടാലന്റ് പബ്ലിക് സ്കൂളിൽ ഞാറയ്ക്കല് ടീച്ചറായിട്ട് കയറി, മ്യൂസിക് ടീച്ചറായിട്ട് ഞാൻ കയറിയിരുന്നു. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. 2 വർഷം അവിടെ വർക്ക് ചെയ്യുക. അപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പാട്ട് വരുന്നത്, ഈ റെക്കോർഡിങ്ങിന് കയറുന്നത്. അപ്പൊ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. കാരണം ഇതിന്റെ വരുമാനം വലുതാ, നല്ല വരുമാനം. അപ്പൊ അതൊരു വലിയ സന്തോഷമായി. നമ്മൾക്ക് ജീവിക്കാൻ വലിയ മാർഗമായി. ഇപ്പം ജാനകിയമ്മയുടെ വോയിസ് ആണെന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ പറയും, നല്ല സിമിലാരിറ്റി ഉണ്ടെന്നുള്ളത്. ജാനകിയമ്മയുടെ നേരിട്ട് കണ്ടിട്ട് എങ്ങനെയാണ്? ഞാൻ കണ്ടിട്ടില്ല മോളെ, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. ജാനകിയമ്മ നല്ലൊരു വ്യക്തിത്വമാണെന്നാണ് പറഞ്ഞത്. പാവത്താനാണെന്നാണ്. കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. എന്നാ സുശീലാമ്മേനെ കണ്ടിട്ടുണ്ട്, മാധുര്യമ്മേനെ കണ്ടിട്ടുണ്ട്, ബാക്കി എല്ലാരെയും കണ്ടു. വാണിജ്യറാം വാണിയമ്മേനെ കണ്ടു, ചിത്രേച്ചീനെ കണ്ടു, സുജാത ചേച്ചി, എല്ലാവരും നമുക്ക് അറിയാം, കണ്ടിട്ടുണ്ട്. ബാക്കി ഒരുവിധപ്പെട്ട ഗായകരെ എല്ലാവരെയും നമുക്ക് കണ്ടു. ഇനി ഒരുവിധപ്പെട്ട മ്യൂസിക് ഡയറക്ടറിന്റെ കീഴിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. കാരണം ഞാൻ 95-96 എൻ്റെ പാട്ട്, സിനിമ പാട്ടുകൾ. അതിൽ ഞാൻ ആദ്യം പാടുന്നത് രവീന്ദ്ര മാസ്റ്ററിൻ്റെതാണ് സിനിമയിൽ. പിന്നെ പാടുന്നത് വിദ്യാസാഗർ സാർ പാടി, ജോൺസൺ മാസ്റ്റർ, ഔസേപ്പച്ചൻ മാഷ്, ബേണി ഇഗ്നേഷ്യസ്, പിന്നെ മോഹൻ സിത്താര മാഷ്, പിന്നെ രാജാമണി സാറ്. അങ്ങനെ നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എല്ലാവരുടെയും പാടി. ആ സമയത്തുള്ള ഗംഭീരന്മാരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എല്ലാ പാട്ടുകളും സിനിമയിൽ എനിക്ക് പാടാൻ ഭാഗ്യമുണ്ട്. 25 സിനിമയിലേ പാടിയുള്ളൂ. പക്ഷെ അതെല്ലാം ഇങ്ങനെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ. ഇനി നാടകഗാനങ്ങൾ അനേകം പാടി. അത് കലവൂർ ബാലൻ മാഷ്, പിന്നെ അന്നത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യർ, കുമരകം രാജപ്പൻ മാഷ്, പിന്നെ വൈപ്പിൻ സുരേന്ദ്രൻ മാഷ്, സെബി നായരമ്പലം, വിൽസൺ ചേട്ടൻ, ഇങ്ങനെ അനേകം മനുഷ്യരുടെ, അവരൊക്കെ അന്ന് ടോപ്പാണ്. നാടകഗാനങ്ങൾക്കൊക്കെ അന്ന് അവർ ടോപ്പാ, ഏറ്റവും വലിയ ടോപ്പായിട്ട് നിൽക്കുന്ന അർജുനൻ മാഷ്. മനസ്സിലായില്ലേ? അവരുടെ എല്ലാം പാടാൻ പറ്റി. എൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ പറയുന്നത്, ആ സമയത്തുള്ള ഭാഗ്യമേ. തീർച്ചയായിട്ടും. പിന്നെ 7000-ഓളം ഭക്തിഗാനങ്ങൾ. അത് ഭക്തിഗാനങ്ങളിൽ അസാധാരണമായിട്ടുള്ള ഭക്തിഗാനങ്ങൾ ചെയ്യുന്ന അനേകം മനുഷ്യർ അന്നുണ്ടായിരുന്നു. വയലിൻ ജേക്കബ്, തദേവ് സരവിന്ദത്ത്,
ഷാജി തുമ്പിച്ചിറ അച്ഛൻ, പല അച്ഛന്മാര്, കുറേ അച്ഛന്മാര്, ക്രിസ്ത്യൻ ഡിവോഷണല് അതിപ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരാരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാ പാട്ടുകാരെയും വലിയ ജീവനാ. ജേട്ടന്റെ കൂടെ ഞാൻ വർഷങ്ങള് കുറച്ച് നാള് പാടിയിരുന്നു, ഗാനമേളയ്ക്കൊക്കെ പാടുവാൻ ജേട്ടന്റെ കൂടെ. തൃശ്ശൂർ ആദ്യത്തെ ജേട്ടൻ വിളിച്ചിട്ട് കുറെ പാട്ട് പാടും. ദാസേട്ടന്റെ കൂട്ടത്തിൽ അങ്ങനെ പാടിയിട്ടില്ല. ഒരു ഗാനമേളയ്ക്ക് മാത്രമേ എനിക്ക് പാടാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ, ബാക്കി പാടിയിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണുചേട്ടനെ, ജി വേണുഗോപാലിന്റെ പാട്ട് ഭയങ്കര ജീവനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക എന്ന് പറഞ്ഞാല് മിൻമിനിയുടെ പാട്ട് എനിക്ക് വലിയ ജീവനാണ്. പിന്നെ സുധാ ചേച്ചി, ചിത്ര ചേച്ചി, അങ്ങനെ അവരുടെ എല്ലാവരുടെയും, ജാനകിയമ്മ, സുശീലാമ്മ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ദൈവങ്ങളാണ്. ജാനകിയമ്മ, സുശീലാമ്മ എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ ദൈവം. ആശാ ഭോൺസ്ലെ, ലതാ മങ്കേഷ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവങ്ങളായിട്ട് വരും. ദാസേട്ടനും ജയേട്ടനും ഒക്കെ ആ ഒരു ടൈപ്പിലേ വരുള്ളൂ. ഈശ്വര സ്ഥാനത്ത് അവരെയൊക്കെ വെച്ചിരിക്കും. ഇങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. MG ശ്രീകുമാർ സാറ്. ഇനി ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ പറയുകയാണെങ്കിൽ, പറയല്ല പാടുവാണെങ്കിൽ. എനിക്ക് കുറെ പാട്ടുകളുണ്ട്. പിന്നെ വേണുചേട്ടൻ പാടിയ കുറെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ജീവനാണ്. മഞ്ഞിൻ ലോലമാ യവനികയ്ക്കുള്ളിൽ ഒരു മഞ്ഞ കിളിത്തോവൽ പോലെ ഓർമ്മയിലോടിയെത്തും ഏതോ സുസ്മിതം പോലെ ഓമനത്തിങ്കൾ കലമലിഞ്ഞു നിൽക്കേ മഞ്ഞിൻ ലോലമാ. അതൊക്കെ വേണുചേട്ടന് പോലും അറിയാൻ പറ്റത്തില്ല, എനിക്കറിയാം. അതുപോലെ അനേകം പാട്ടില്ല ദാസുണ്ട്. ഇന്നലെ ഇരുന്ന് ഞാൻ 2-3 പാട്ട് വെറുതെ ഇങ്ങനെ മൂളി. തമ്പൂരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ താമരതൻ തണ്ടുപോൽ കോമളമാം പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഖി തമ്പൂരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ. അതിലുള്ള വരികളുണ്ടല്ലോ, പൂവ് പെറ്റൊരുണ്ണിയായി തേന്മാവിൽ ആടും വേളയിൽ. അതിനകത്ത് വരികളൊക്കെ എന്ത് മനോഹര വാക്കുകളാണ് ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതി വച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ പാട്ടൊക്കെ ഇല്ലേ, എന്തെന്നാണ്, കാണാനഴകുള്ള മാണിക്യക്കുയിലേ കാടാറുമാസം കഴിഞ്ഞിൽ ഒക്കെ എനിക്ക് ഭയങ്കര ജീവൻ. അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. അതുപോലെ ഇഷ്ടമുള്ള പാട്ട് ജാനകിയുടെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്നോ കാണും വീണ്ടും. ഇപ്പൊ പാടാൻ പറ്റണില്ല, അതാ മെയിൻ പ്രശ്നം. അറിയുമ്പോഴേക്ക് തൊടാൻ പറ്റണില്ല, കാരണം വെച്ചാൽ ഹൈപ്പിച്ചായതുകൊണ്ടേ. അപ്പൊ ഞാൻ ഇതൊക്കെ പാട്ട് പറഞ്ഞു. മനസ്സിൻ മണിച്ചിമിഴില് തമ്പുരു കുളിർച്ചൂടിയോ, ഇത് ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം. അതിലെല്ലാ പാട്ടും ഇഷ്ടമായിരുന്നു, ഭയങ്കര ജീവനായിരുന്നു. ചേച്ചി പാടിയൊരു സിനിമാ പാട്ട്? ഞാൻ പാടിയത് ഈ തെന്നൽ നിങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. മഞ്ഞുമാസപ്പക്ഷി ഇഷ്ടമാണ്. മഞ്ഞുമാസപ്പക്ഷി സ്ഥിരം പാടുന്നതാണ്. എവിടെ പാടും. ഈ തെന്നലും തിങ്കളും പൂക്കളും നീയും മീരാവും എന്നുമെൻ കൂടെയുണ്ടെങ്കിൽ ഈ പൂങ്കുയിൽ പാട്ടിലെ ഈണവും നീയും ഈ നോവും എന്നുമെൻ കൂട്ടിനുണ്ടെങ്കിൽ. അത് ജോൺസൺ മാസ്റ്ററിന്റെ. പിന്നെ മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ എന്തിനീ ചുണ്ടിലെ ചെമ്പനി
മലർ ചെണ്ടുകൾ പാടുന്നു എന്നും ഈ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു മഞ്ഞുമാസപ്പക്ഷി. അത് അനേകം പാട്ടുകളുണ്ട് മോനെ, ഇഷ്ടപ്പെട്ട പാട്ടുകളേ ഉള്ളൂ. ഈ ദൈവത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പാട്ട് പാടിയിട്ടുണ്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഒരു വയലിൻ ജേക്കബ് എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരിലും പറയുന്നതാണ്. മരിച്ചുപോയി. ഒരു 35 വയസ്സ് 33 വയസ്സൊക്കെ ആയപ്പോൾ മരിച്ചുപോയി. പുള്ളിയുടെ ഒരുവിധപ്പെട്ട എല്ലാ ദൈവസ്നേഹം അതൊക്കെ അവരൊക്കെയാണ് ചെയ്തത്. അത് മുഴുവനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്ന നല്ല മനുഷ്യനായിരുന്നു, വളരെ നല്ല മനുഷ്യൻ. പിന്നെ എന്നെ എപ്പോഴും വിളിക്കും, എന്ത് പാട്ടുണ്ടെങ്കിലും എനിക്കൊരു പാട്ട് തരും. അപ്പൊ അത് എൻ്റെ ഒരു എപ്പോഴും നോവായിട്ട് നൊമ്പരായിട്ട് മനസ്സിലിങ്ങനെ കിടക്കും. മനസ്സിലായി. അതുപോലെ തന്നെയാണ് ഒരു പോളേട്ടൻ ഉണ്ടായിരുന്നു, നമ്മുടെ ചിറ്റൂർ പോളെന്ന് പറയും. പുള്ളി ഇതേപോലെ പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം പാവപ്പെട്ട മനുഷ്യനായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇദ്ദേഹം പക്ഷെ നല്ല കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ പാടാം. ചുംബനം സ്നേഹ ചുംബനം നൽകി നാഥനെന്നെ ഉണർത്തി പാപിയൻ ഹൃദയത്തിൽ തിരുവചനം നാഥനു പകരാൻ യേശുവേ എന്നേശുവേ നീ ഇന്നെന്നെ വന്നു പുൽകും ഈ നിമിഷം എത്ര ധന്യം പറഞ്ഞൊരു പാട്ട്. അത് അങ്ങനെ കുറെ പാട്ട് പാടി അദ്ദേഹത്തിന്റെ. വയലിൻ ജേക്കബിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ അവർ അസാധ്യ കഴിവുള്ളവരാണ്. വയലിനിൽ അവര് എന്താ പറയുക, ഉസ്താദ് വയലിനിസ്റ്റായിരുന്നേ. മരിച്ചുപോയവരുടെ കാര്യം ഞാൻ ഈ പറയുന്നു, മറ്റുള്ളവരുടെ ഒന്നും പറയുന്നില്ല. കാരണം അതെല്ലാം എൻ്റെ മനസ്സിന്റെ നൊമ്പരങ്ങളാണ്. പിന്നെ എന്നെ വയലിൻ ജേക്കബിന്റെ മൃദുവായി നീ തൊടുകിൽ എൻ്റെ ആത്മം സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും നിൻവാസ ഗേഹമാകും. തദ്ദേശ അരവിന്ദത്തിന്റെ വരികളായിരുന്നു. അതുപോലെ പക്ഷെ അവരൊക്കെ ഇവിടുന്ന് പോയി, മറഞ്ഞുപോയി. പിന്നെ എനിക്ക് മറഞ്ഞുപോയ കുറേ മനുഷ്യരുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞ എന്നെ ഏറ്റവും കൂടുതൽ പാടിക്കുന്ന നമ്മളുടെ നസിമിക്ക ഇതുപോലെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം റെക്കോർഡിങ്ങിനും എന്നെ പാടിക്കുമായിരുന്നു. അതുപോലെ പിന്നെ നമ്മുടെ ബഷീർ, ഇടവ ബഷീർ നിക്ക നസിമിക്കായൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരുമിച്ച് ഗൾഫിൽ പ്രോഗ്രാമിനൊക്കെ പോയി. നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. പെട്ടെന്നായിരുന്നു സ്ട്രോക്ക് വന്ന് വീഴുകയും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഞാനിങ്ങനെ മരിച്ചുപോയവരുടെ ആ ഒരു നൊമ്പരം എൻ്റെ മനസ്സിൽ നിന്ന് തങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു കൊച്ചുണ്ടായിരുന്നു. അവന് കാലൊക്കെ നിലത്തൂടെ എഴയണായിരുന്നു. അവന്റെ ഒരുപാട് പാട്ട് ദേവീ സ്തുതികൾ ഞാൻ പാടിയിട്ടുണ്ട്. പൊങ്കാലയുടെ പാട്ടുകൾ, കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. കുഞ്ഞും മരിച്ചുപോയി. അപ്പൊ എൻ്റെ മനസ്സിലെല്ലാം വേദനകളാണ്. അതൊക്കെ ഇങ്ങനെ ഇനി അവരെയൊന്നും കാണാൻ പറ്റില്ലല്ലേ ഭൂമിയിൽ. അവർക്ക് അവരുടെ പാട്ടുകളിലൂടെ കടന്നുപോയവരെയൊക്കെ നമ്മൾ എന്ത് പ്രതീക്ഷിക്കാൻ? നമ്മളും കടന്നു പോകും. ഞാനെപ്പോഴും ഈ നിമിഷം വരെ ജീവിച്ചതിനെ ഓർത്ത് നന്ദി പറയും ദൈവത്തോട്. ഈ നിമിഷം വരെ എന്നെ നീ ജീവിപ്പിച്ചുവല്ലോ, ഇതെല്ലാം കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഏറ്റവും ഇഷ്ടം എന്താണ് ചേച്ചിക്ക് ചെയ്യാനായിട്ട്, ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? എനിക്ക് പാടുന്നത് ഏറ്റവും ഇഷ്ടം. പിന്നെ ഭക്ഷണം കഴിക്കണ വലിയ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണം ചെറുപ്പത്തിൽ പക്ഷെ അധികം കഴിക്കില്ലായിരുന്നു അല്ലേ? ചെറുപ്പത്തിലേ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭക്ഷണത്തോട് വലിയ ഇഷ്ടം. കിട്ടണതൊക്കെ മേടിച്ച് കഴിക്കും. തടി പാലം പോലെ വെച്ചിട്ടുമുണ്ട്, ആവശ്യത്തിന് തടിയുണ്ട്. ഇതൊന്നും ഒരു തടിയല്ലല്ലോ, പിന്നെ കഴിച്ചിട്ട് കിട്ടുന്ന തടിയല്ലേ, അത് സന്തോഷം തരുന്നതല്ലേ? സന്തോഷം തരുന്നതാണ് ജീവിക്കുമ്പോ നമ്മൾ ജീവിക്കുന്ന ഭക്ഷണം കഴിക്കാൻ. അതെ. പക്ഷെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് ഇങ്ങനത്തെ ചിന്തകളുണ്ട്. എല്ലാ ജീവികളും വിശക്കുന്നു എന്നുള്ള ചിന്തകൾ.
ഇപ്പൊ പാടത്തൊന്നും കൃഷിയില്ല. അപ്പൊ ആ കിളികൾക്ക് ആഹാരമില്ല. അവര് വീട്ടില് കുറെ കിളികളൊക്കെ വളർത്തുന്നുണ്ട്. ഇല്ല, വളർത്തുന്നൊന്നും ഇല്ല. ഈ പ്രാവിനൊക്കെ ഭക്ഷണം കൊടുക്കും, കാക്കയ്ക്ക് ആഹാരം കൊടുക്കും. ഇങ്ങനെ എന്റെ ചിന്തകളാ അത്. എനിക്കറിയില്ല അതെന്താന്ന്. അപ്പൊ അതിൽ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാനിത് കഴിക്കുന്നുവല്ലോ, പുറത്ത് വിശക്കുന്ന അനേകം മനുഷ്യരും ജീവികളും കിടക്കുന്നു എന്നുള്ള ഒരു വേവലാതി എപ്പോഴും ഉണ്ട്. അത് ഉറങ്ങുമ്പോഴും ഉണ്ട്, ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഉണ്ട്. വഴിയരികിൽ കിടക്കുന്ന കടത്തിണ്ണയില് അവർക്ക് വേണ്ടി കവിതകൾ വരെ എഴുതി വെച്ച്, കടത്തിണ്ണയിൽ ഉറങ്ങുന്നവർക്ക് വേണ്ടി. മനസ്സിലായോ? തെരുവിന്റെ മക്കൾക്കുറങ്ങുവാൻ ഭൂമി തൻ തിരുവുടയാട വിരിച്ചു. മനസ്സിലായെന്നും പറഞ്ഞു. തെരുവിന്റെ മക്കൾക്കുറങ്ങുവാൻ ഭൂമി തൻ തിരുവുടയാട വിരിച്ചു. അതിലെഴുതിയിരിക്കുന്ന ഉറുമ്പുകൾ പോലും അവരെ തൊടാതെ സ്പർശിക്കാതെ അകലേക്ക് മാറി നിരന്നു എന്നാ ഞാൻ പറയാം. കിടക്കുന്നവനെ സ്പർശിക്കാതെ ഉറുമ്പുകൾ പോലും അകലേക്ക് മാറി നിരന്നു. കാരണം ആ തെരുവിന്റെ മക്കളെ അവര് വരെ സ്നേഹിക്കുന്നു. അവര് സ്നേഹിക്കുന്നു, മനുഷ്യൻ സ്നേഹിക്കുന്നില്ല. അതാണ് എന്റെ ചിന്തകള്. മനസ്സിലായോ? അങ്ങനെ പല പല കവിതകൾ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയത്തില് ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? കാരണം എസ്പെഷ്യലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോരുത്തരുടെ പേര് പറയുകയാണെങ്കിൽ ചിലരൊക്കെ വേദനിക്കുമല്ലോ. രാഷ്ട്രീയത്തിൽ എല്ലാവരും ഇഷ്ടമാണ്. എന്റെ സഹാക്കളെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നു. കാരണം ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ മുന്നിലും പുറകിലും വരുന്നവര് ഒരുപാട് സമ്പന്നരൊന്നുമല്ല, ഒന്നും ഇല്ലാത്തവരാ. പക്ഷെ അവരെനിക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്. മനസ്സിലായോ? അവരൊപ്പം ഉണ്ടെന്ന് കാണിക്കുന്ന ആ എനർജി. സഖാക്കന്മാർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ ഏത് പാട്ടായിരിക്കും? സഖാക്കന്മാർക്ക് വേണ്ടി പാടാൻ പറഞ്ഞു കഴിഞ്ഞാല്, നീ എൻ ജീവിത നാടിയാണേ, ജീവിതം തരേണേ സഖാവേ, ഏഴകൾക്കെന്നും സഹായം കണ്ണുനീരാണോ സഖാവേ, നീ എൻ ജീവിത നാടിയാണേ, ജീവിതം തരേണേ. സുഖങ്ങൾ പലവിധം ഉലകിൽ, ചിലർക്കായി മാത്രമാണെന്നു സഖാവേ, ചിലർക്കായി മാത്രമാണെന്നു. കുബേരൻ വാഴും ഈ നാട്ടിൽ കുചേലൻ വാഴുകയുണ്ടായു. കുബേരൻ വാഴും ഈ നാട്ടിൽ കുചേലൻ വാഴുകയുണ്ടായു. സഖാവേ, നീ ഉത്തരം താ. സഖാവെന്ന് ദൈവത്തെയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ സഖാക്കളെയും കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ അതെ അതെ, അവരുടെ അടുത്ത് എങ്ങനെ പാട്ട് പാടും? മീൻസ് അവർക്ക് വേണ്ടിട്ട് പാടുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അവരെയൊന്നും ഞാൻ വേദനിപ്പിക്കാറില്ല. ഇല്ല, അതുകൊണ്ടാ പറഞ്ഞു പാട്ടിലൂടെ നമുക്ക് പറയാം. വേദനിപ്പിക്കാറില്ല. കാരണം ഞാൻ ഓർക്കുന്നത് എപ്പോഴും ഒരു പരീക്ഷ പോലെ തന്നെയാണ് രാഷ്ട്രീയം. നമ്മൾ എഴുത്ത് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വിജയിക്കാൻ പരിശ്രമിക്കില്ല. അതിനപ്പുറം എല്ലാവരും സഹോദരങ്ങളും കൂട്ടുകാരുമാണ്. ഇപ്പൊ നിയമസഭയിൽ തന്നെ ആ എഴുന്നേറ്റം തർക്കിക്കുമ്പോ ശത്രുക്കളാ. അത് കഴിഞ്ഞ എല്ലാരും കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. അല്ലാതെ ശത്രുതാ മനോഭാവം അവിടെ ഇല്ലല്ലോ. അതെ, അത്രേ ഉള്ളൂ. അത് എപ്പോഴെങ്കിലും ഈ പറയുന്ന പോലെ നമ്മള് നിയമസഭയിൽ ആരുടെങ്കിലും പ്രസംഗം കേട്ടിട്ട് നമ്മളിങ്ങനെ കോരിത്തിരിച്ചിരുന്നിട്ടുണ്ടോ ആരുടെയെങ്കിലും ഒക്കെ? അത് പിന്നെ പ്രതിപക്ഷം എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ് എഴുന്നേറ്റ് നിന്ന് കുറച്ച് സംസാരിക്കും. അപ്പൊ നമ്മുടെ ഇതെല്ലാം എഴുന്നേറ്റ്, അപ്പൊ ഇതൊക്കെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അതിന് രണ്ടു കൂട്ടരും കൂടെ അടിയുടെ പാരമ്യത്തിലെത്തും. അങ്ങനെയല്ല, അദ്ദേഹം അല്ല, അണികളെ ഞങ്ങളെല്ലാരും ഉണ്ടാവില്ലോ. പ്രതിപക്ഷം ഇതൊക്കെ ഒരു തമാശയും കൂടെയാണ്. എന്നാലും ഇപ്പൊ ഇവിടുന്ന് പുലികളെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും. ശാന്തകുമാരി, കാനത്തി ജമീല, പിന്നെ എന്താണ് കുറെ ആൾക്കാർ ഞങ്ങളുടെ ഇതിലുണ്ട്. വീണ ജോർജ്, ഇങ്ങനെ കുറച്ചു പേരുണ്ടേ പുലികളായിട്ട്. നമ്മുടെ ടീച്ചർ, ഇവരുടെയൊക്കെ ചോദ്യങ്ങളും ഇവരൊക്കെ തിരിച്ചു പറയുന്ന മറുപടിയൊക്കെ കേൾക്കുമ്പോ ഞാനിരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ രണ്ടുപേരും കൂട്ടർ ഒരാളെ അടിച്ചിടാനല്ലല്ലോ, ഒരാള് പറയുന്ന വാക്കിനെ അത് തെറ്റാണെന്ന് ധരിപ്പിക്കാനുള്ള ഇവരുടെ ശ്രമം. ഈ രണ്ടു കൂട്ടരും അങ്ങനെയാണല്ലോ. അപ്പൊ അതിൽ നമ്മളും കൂടെ ഇങ്ങനെ എന്താ പറയാ,
ആ സമയത്ത് നമ്മളൊരു ഞാൻ എനർജറ്റിക് ആയിട്ട് കോളേജിലൊക്കെ ഉള്ള പോലത്തെ ഒരു എനർജി അതൊക്കെ ആയിരിക്കും. കേൾക്കുമ്പോഴേ അതെ. നമുക്കൊരു എനർജി. പിണറായി സഖാവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാ? കാരണം നല്ലൊരു, അയ്യോ, നമുക്ക് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ എൻ്റെ ഒരു ആരാധനാപാത്രം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു അച്ഛന് തുല്യമാണ്. നമ്മളുടെ ഒരു ഒരു ഫാദർ എങ്ങനെയാണോ എല്ലാവർക്കും വേണ്ടി, ഇപ്പൊ ഒരു കുടുംബത്തെ നയിച്ചോണ്ട് പോകുന്നവൻ ആ കുടുംബം തകരുമ്പോ ആ കുടുംബത്തിന്റെ കൂട്ടത്തിരുന്ന് കരയാനുള്ളവനല്ലല്ലോ. സ്റ്റേണായിട്ട് നിൽക്കണ്ടേ? അത് അത് അദ്ദേഹത്തിന്റെ ആർജവാ, അദ്ദേഹത്തിന്റെ പവറാ അത്. ആ സ്റ്റേണായിട്ട് അദ്ദേഹം നിൽക്കുന്ന എന്തെല്ലാം തകർച്ചകൾ നമുക്കിവിടെ വന്നു, പ്രകൃതി ദുരന്തങ്ങൾ വന്നു, അനേകം പ്രകൃതി ദുരന്തങ്ങൾ. അതെ. കാരണം സാധാരണ ഒരു ഭരണകർത്താവ് ഭരിക്കുന്ന കാലഘട്ടത്തില് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഇതിനെയൊക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വന്നു മുഖ്യമന്ത്രിക്ക്. പക്ഷെ തളർന്നു അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന്റെ കഴിവെന്നുള്ളത്. അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ എന്താണ് ആ കഴിവെന്നുള്ളത് അവിടെ അന്ന് ആ മനുഷ്യനെയൊക്കെ പിടിച്ചു നിർത്തി. കോവിഡ് കാലത്തൊക്കെ ഈ കണ്ട മനുഷ്യരെ മുഴുവൻ, ഈ കൊച്ചു കേരളത്തിലെ കംപ്ലീറ്റ് മനുഷ്യനെ അന്ന് ജീവിക്കാൻ അനുവദിച്ച ഒരു മിനിസ്റ്ററാണ് അദ്ദേഹം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതാണ് മുഖ്യമന്ത്രി. ഒരു വെള്ളപ്പൊക്ക കാലത്ത് ഈ മത്സ്യത്തൊഴിലാളികളെ എല്ലാം അങ്ങോട്ടിറക്കി അവിടെയുള്ള മനുഷ്യരെ രക്ഷിക്കുവാൻ. ഞങ്ങളടക്കം ഈ വെള്ളം താന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുടിലുകളും വീടുകളും കഴുകി തുടക്കാൻ ഞങ്ങളെല്ലാം വിട്ടുവെങ്കിൽ അത് എത്ര ആർജവമാണ്! എന്താണ് അതിന്റെ പവർ എന്ന് നോക്കൂ. ഒരു മുഖ്യമന്ത്രിയുടെ പവർ എന്താന്ന് ഓർക്കൂ. അങ്ങനെ തളർന്നു പോയിരുന്നെങ്കിലോ? അതെ. ഇത് കണ്ടിച്ചു അങ്ങനെ വിഷമിക്കാനുള്ളതാണോ? അല്ലല്ലോ. അവിടെ നടപ്പിലാക്കാനുള്ളതാണ് മുഖ്യമന്ത്രി എന്നുള്ളത്, തളരാനുള്ളതല്ല. പലരും പലതും പറയാം, പക്ഷെ നമുക്ക് അദ്ദേഹം ദൈവതുല്യം തന്നെ. ഒരു നാടിനെ നന്നായിട്ട് നയിച്ചുകൊണ്ട് പോകുന്നു. ഇത്രയും അനർത്ഥങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടും ഞാൻ അതില് തൃപ്തയാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിയമസഭയിൽ അഗെയിൻസ്റ്റ് ആയിട്ട് വരുമല്ലോ പ്രതിപക്ഷത്തു നിന്നൊക്കെ. അങ്ങനെ ആ അത് സമയത്ത് അവരുടെ ചുമതലയാണ്. അത്രേ ഉള്ളൂ. അവർക്ക് വൈരാഗ്യങ്ങളൊന്നും ഇല്ല. കാരണം അവരും കാണുന്നതാണല്ലോ. തീർച്ചയായിട്ടും. അതെ. അവരുടെ മണ്ഡലങ്ങളിലും ഇതേ മുഖ്യമന്ത്രിയും ഇതേ മന്ത്രിമാരും ഒക്കെ പണം കൊടുത്തിട്ട് തന്നെയല്ലേ അവിടെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കുഞ്ഞെ. മനസ്സിലായില്ലേ? ഇടതുപക്ഷം ഭരിക്കുകയല്ലേ. അതെ. അപ്പൊ അതേ നമുക്ക് തുല്യനീതിയിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ. അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും ചെയ്തിട്ടില്ല. അത് അവരുടെ എല്ലാം മനസ്സിലുണ്ട്. അതുകൊണ്ട് തർക്കിക്കുമ്പോ അവർ തർക്കിക്കും, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതൊരു സിസ്റ്റമാണ്. അതൊരു സിസ്റ്റമാണ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞെല്ലാവരും മനുഷ്യനാണ്, സ്നേഹിക്കുന്നുണ്ട്, അതിനെ വിലയിരുത്തുന്നുമുണ്ട്. ദുഃഖങ്ങൾ വരുമ്പോൾ എത്രത്തോളം മുഖ്യമന്ത്രി താങ്ങുന്നുണ്ടോ എന്നുള്ളത് അവർക്കറിയാം. അല്ല, അത് മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിന് അത് സാധിക്കും. കൊടുക്കാനായിട്ട് നമ്മളുടെ അണികളുണ്ട്, അതെ. നമ്മുടെ സഹാക്കളുണ്ട് അത് മനസ്സിലാക്കുന്നത്. അവർക്കതറിയാം. അവരത് ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ രണ്ട് വശങ്ങളും. തീർച്ചയായിട്ടും. എന്നാലും ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നന്നായിട്ട് തന്നെ പോകുന്നത്. ഇത് നമ്മുടെ ഗവൺമെന്റ് നന്നായിട്ട് തന്നെ നാടിനെ ഭരിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 2 ടേം നിന്നപ്പോഴും ചെയ്യാനുള്ള പരമാവധി മാക്സിമം വികസന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ അത് ഭയപ്പെടാനൊന്നുമില്ല. പിന്നെ എല്ലാവരുടെ ഇടവഴികളും നടവഴികളും റോഡും പിന്നെ നടവഴിയുമായി മാറിയല്ലോ. അവിടെയെല്ലാം ഗവൺമെന്റ് എല്ലായിടത്തോട്ടും ഫണ്ടുകൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ചിലയിടത്ത് കുറവുകളുണ്ടാവും. അത് കുറ്റവാകണ എങ്ങനെ? ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ? അറിയാവുന്നവന് മനസ്സിലാവും. അതിൻ്റെതായ ചെറിയ കുറവുകൾ നമുക്കുണ്ടാവും. എല്ലാം തികഞ്ഞ് നിർത്താൻ പറ്റുമോ? പണ്ടൊക്കെ ഒരു റോഡ് നന്നാക്കിയാൽ മതിയല്ലോ. അതെ. പണ്ട് ഭരിച്ചിരുന്നവർക്ക് ഒറ്റ റോഡ് നന്നാക്കിയാൽ മതി, ഒരു ബസ് പലയിടത്തോട്ടും കൂടെ പോകുന്നുണ്ടാവും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കയറിയിറങ്ങിയ സകലരുടെ വീടിന്റെ മുറ്റം വഴിയായിരുന്നു നമ്മുടെ നടവഴിയെങ്കിൽ ഇന്ന് ആ നടവഴികളെല്ലാം റോഡും നടവഴികളും ടൈലിട്ട നടവഴികളുമായി. അവിടെയൊക്കെ പൊട്ടിപ്പൊളിയും, ചില സ്ഥലത്തൊക്കെ പൊളിയും. മനസ്സിലായോ? അപ്പൊ ചില സ്ഥലത്ത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. കാരണം അത് ഒരു വാർഡിൽ തന്നെ അനേകമാണ്. അതിനെയും കൂടെ അതിജീവിക്കണേ നമ്മുടെ ഗവൺമെന്റ്. മനസ്സിലായില്ലേ? ഇടതുപക്ഷ സർക്കാർ അതിനെയും കൂടെ അതിജീവിക്കണം. എന്നിട്ട് അതിജീവിച്ചില്ല. എത്ര മനുഷ്യർക്ക് വീടുകൾ വെച്ചു? 5,75,000 മനുഷ്യർക്ക് വീടുകൾ കൊടുത്തു. ഇന്ന് 2,000 രൂപ വെച്ച് പെൻഷൻ ആര് കൊടുക്കും? അതെ. ആര് കൊടുക്കും? അത് ഒരു ഗവൺമെന്റ് ചെയ്യുന്നതല്ലേ. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? വീട്ടമ്മമാർക്ക് 1,000 രൂപ വെച്ചുണ്ട്, 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക്. സ്ത്രീയുടെ മൂല്യം, അവിടെ സ്ത്രീക്ക് മൂല്യം ഉണ്ടാക്കി കൊടുത്ത ഗവൺമെന്റാണ്. ഒരു കുറവും വരുത്തുന്നില്ല. ആവശ്യത്തിന് വികസന പ്രവർത്തനം ചെയ്യുന്നുണ്ട്.
ഇതൊന്നുമല്ല, നമ്മളെല്ലാവരും യുദ്ധകാല അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമുക്ക് അത്രയും അനർത്ഥങ്ങൾ പ്രകൃതിയാലേ വന്നു കഴിഞ്ഞു. വെള്ളപ്പൊക്കം, നിപ്പ, കോവിഡ്, കൊടുങ്കാറ്റ്, മലയിടിഞ്ഞു പോരല്, ഇതെല്ലാം സംഭവിച്ചവരാ. അതെ. അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് തെറ്റ്. ചെയ്യുന്നത് കാണുന്നില്ല, ചെയ്യുന്ന അതാണ് അത് തെറ്റ്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എൻ്റെ ഹൃദയത്തിലെന്നും എൻ്റെ ഗവൺമെന്റിനോട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് വളരെ ആദരവും ബഹുമാനം മാത്രമേ ഉള്ളൂ. അതായത് നമ്മള് പാട്ടിന്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു. പക്ഷെ രാഷ്ട്രീയത്തിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു പിണറായി സഖാവിനെ കുറിച്ച് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് ഭയങ്കരമായ ഒരു എനർജിയിലായിരുന്നു. ഒരു എനർജി വരും. താനൊരു സഖാക്കളെ കുറിച്ച് പറയുമ്പോ ഒരു എനർജി വരും. സഖാവ് എന്ന് പറയുമ്പോ തന്നെ ഒരു എനർജിയാണ് അല്ലെ. രാഷ്ട്രീയത്തിലേക്ക് ആദ്യം അവർ വിളിക്കുന്ന സമയത്ത് എന്തായിരുന്നു? കാരണം നമുക്ക് അതന്നെ അപ്പൊ താല്പര്യം ഇല്ലായിരുന്നു. ഇല്ല. കാരണം നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഞാൻ ഗായികയല്ലേ എന്ന് പറഞ്ഞ അനേകായിരം ദുഃഖങ്ങളല്ലേ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. മോളെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ? എല്ലാ മീനും ഇഷ്ടമാണ്. എല്ലാ മീനും ഇഷ്ടമാണ്. കുഞ്ഞുമീനാണ് വലിയ വലിയ മീനുകൾ. എന്റെ അച്ഛന് ഈ ചാലുണ്ടായിരുന്നു. അപ്പൊ വലിയ വലിയ മീനുകൾ അവിടെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ചാലെന്ന് പറഞ്ഞാൽ വേറെ അമ്മാവന്റെ ചാലാണ്, അച്ഛൻ നോക്കി നടത്തുമായിരുന്നു. പക്ഷെ മീനുകൾ ഇഷ്ടംപോലെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും, വീട്ടിൽ എത്തിക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാ മീനിനെയും കുറിച്ച് നല്ല ഏകദേശം ധാരണയുള്ള തിരുത വരെ ധാരണയുണ്ട് നമുക്ക്. അതാണ്, കൊതിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കണം. അല്ല, മീൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് കറി വെച്ച്. അപ്പം എനിവേസ് താങ്ക് യു ചേച്ചി. കാരണം ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും രാഷ്ട്രീയത്തിലുപരിയായിട്ട് നമ്മുടെ ഈ സീരീസിന്റെ പേര് ലീഡർഷിപ്പ് അൺഫിൽറ്റേർഡ് എന്നാണ്. ഒരു അൺഫിൽറ്റേർഡ് വേർഷൻ. ശരിക്കും ദലീമ ചേച്ചിക്ക് അൺഫിൽറ്റേർഡ് വേർഷൻ ആണ് എല്ലാവരും അറിയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതിന് ഒരുപാട് പാട്ടുകൾ, മനസ്സിന് ഇഷ്ടപ്പെടുന്ന, മനസ്സിനെ നമ്മൾ കീഴടക്കുന്ന ഒരുപാട് പാട്ടുകളൊക്കെ പാടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ, ഒരുപാട് ആളുകളെ സന്തോഷത്തിലാഴ്ത്താൻ സാധിക്കട്ടെ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്.